ഷലോം. നെറീന ഫ്രാൻസിസ് യെരുശലേമിൽ നിന്നും. എൻ്റെ പിതാവേ, കൂത്തികളുടെ ആസനത്തിലേക്കാണല്ലോ ഇസ്രായേൽ മുഴുവൻ മിസൈലും അയക്കുന്ന സഹോദരങ്ങളെ. ഇതുപോലെ മതഭ്രാന്ത് പിടിച്ച് അടി ഇരന്നു വാങ്ങുന്ന ജന്മങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇവന്മാര് മതഭ്രാന്തൊക്കെ എനിക്കറിയാം, കേട്ടിട്ടൊക്കെ ഉണ്ട്. പണ്ടുകാലം മുതലേ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇവന്മാരുടെ മതഭ്രാന്ത് എങ്ങനെയാണെന്ന് പറഞ്ഞിട്ട്. മുഹമ്മദിന്റെ കാലം മുതൽ തുടങ്ങിയതാണല്ലോ. പക്ഷെ ആളും തരമൊക്കെ നോക്കി കളിക്കണ്ടേ ആ മതഭ്രാന്തൊക്കെ കളിക്കുമ്പം. ഇസ്രായേൽ മിണ്ടാതിരിക്കുമ്പം ഈ സിംഹമുണ്ടല്ലോ, ഈ പന്നികൾ വന്ന് ചെറുതായിട്ട് ചോറിയും സിംഹത്തെ. അതിന് വിശപ്പൊക്കെ അടങ്ങിയിരിക്കുന്ന സമയത്താണെങ്കിൽ ഈ സിംഹം തിരിഞ്ഞു പോലും നോക്കത്തില്ല, ഒന്ന് മിണ്ടാരിയടാ, കാരണം വിശപ്പൊക്കെ അടങ്ങിയിരിക്കുന്ന സമയമാണ്. എന്നാലും വീണ്ടും വീണ്ടും ചൊറഞ്ഞുകൊണ്ടിരുന്നുണ്ടല്ലോ, ഗതി കിട്ടിയ എന്താ പറയും വെച്ചങ്ങ് കാച്ചി കൊടുക്കും എന്ന് പറഞ്ഞതുപോലെ കൂത്തികൾക്ക് കുറച്ച് ഇളക്കം കുറേ ദിവസം കൊണ്ട് കൂടുതലായിരുന്നു. ഇസ്രായേൽ മിണ്ടാതിരുന്നതാ ഈ കൂത്തികളുടെ ഇളക്കം എങ്ങനെ തീർക്കും എന്ന് പറഞ്ഞുകൊണ്ട്. സത്യത്തില് ഇസ്രായേൽ പറഞ്ഞു ഹമാസിനെ ഞങ്ങളൊന്നും തീർന്നു. ഇസ്രായേൽ ഭയങ്കര ബുദ്ധിപരമായി ടാർഗറ്റ് ചെയ്ത് കളിക്കുന്നതാണ്, ഈ കൂത്തികളെ പോലെയല്ല, മുഹമ്മദിന്റെ ആൾക്കാരെ പോലും അല്ല. അതുകൊണ്ട് ഇസ്രായേല് മിണ്ടാതെ ഇരുന്നു. ആദ്യം ഹമാസിനെ ഒളിത്താവളങ്ങളിലൊക്കെ കയറി ഇസ്മായിൽ ഖനിയായും യാഹിയ സിൻവാറിനെയൊക്കെ തീർത്ത് മൊത്തണത്തിനെയും തീർത്തതിന് ശേഷം ഇസ്രായേൽ എന്ത് ചെയ്തു? പല നാൾ മാന്തിക്കൊണ്ടിരുന്ന ഹിസ്ബുള്ളയെ ഒറ്റയടിക്ക് അങ്ങ് തീർത്തു. ഹിസ്ബുള്ളയ്ക്ക് കൊടുത്ത കൊടുപ്പാണ് ഒരു 1.5 കൊടുപ്പ്. അവന്റെ ആസനത്തിൽ കയറി അണ്ടഘടാകങ്ങളെ വരെ തോണ്ടി വലിച്ചു വാരി ഇട്ടു ഇസ്രായേൽ. ഇപ്പൊ കൂത്തികൾക്ക് ഈ ഇസ്രായേൽ ഹിസ്ബുള്ളയെ നോട്ടം വെച്ചോണ്ടിരിക്കുന്ന സമയത്തെ കൂത്തികളെയും നോട്ടം വെച്ചോണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ കുറെ അഹങ്കാരം കൂത്തികൾക്ക് കുറെ കൂടുതലാണ്. സത്യത്തിൽ കൂത്തികൾക്ക് അടി കൊടുത്തതിനകത്ത് ഏറ്റവും അധികം സന്തോഷിക്കുന്ന സൗദി അറേബ്യയിൽ മതവിതരണമൊക്കെ നടക്കുകയാണ്. നമ്മന്റെ ആൾക്കാരുടെ അവസ്ഥയാണ് ഞാനിപ്പോ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ ഹമാസ് കുഞ്ഞുങ്ങള് കരയാനും വയ്യ, ചിരിക്കാനും വയ്യ, എന്ത് ചെയ്യും എന്നറിയില്ല. ഷാനവാസ് പലവേല, നിനക്ക് പല വേലയുണ്ടോടാ ഷാനവാസേ? അതിലൊരു വേലയാണോ ഇപ്പൊ ഇറക്കിയ വേല? പന്നല് ഷാനവാസ് പലവേലയ്ക്കുണ്ടായവനെ. നിന്റെ പലവേല ഇവിടെ ഇറക്കിയാലുണ്ടല്ലോ ഉമ്മ ചിലപ്പം പല വേലയും തിരക്കി പോകേണ്ടി വരും. മനസ്സിലായോ? ഉമ്മ ചിലപ്പം കൊതത്തിലൂടെ മലദ്വാർ ഗോൾഡ് കടത്തുന്നത് മാത്രമല്ല, മിസൈലും കൂടി കടത്തുന്ന ജോലിക്ക് വേണ്ടി, ആ വേലയ്ക്ക് വേണ്ടി ഉമ്മയെ ചിലപ്പോൾ ഞാൻ അയച്ചെന്നിരിക്കും കൂത്തികളുടെ ഇടയിലേക്ക്. മനസ്സിലായോ? കൂത്തികൾക്ക് ഇപ്പം ഇസ്രായേൽ അയക്കുന്ന മിസൈൽ തടുക്കാൻ ആളില്ല. അതുകൊണ്ട് ഫിറോസ് കേറ്റി. ട്രാൻസ് ആണോ ചേച്ചി? അതെ, ട്രാൻസ് ആണ്. മുഹമ്മദ് കാമഭ്രാന്തൻ. നിന്റെ മമ്മുന് കാമഭ്രാന്തനില്ലേ, അവൻ ഗുണ്ടനാ. അതറിയത്തില്ലായിരുന്നോ? എന്നോടാണോ ആ സംശയമൊക്കെ തീർക്കാൻ വേണ്ടി വിളിക്കുന്നത്? എടാ, MM അക്ബറിനോട് ചോദിച്ചാൽ MM അക്ബർ പറഞ്ഞു തരത്തില്ലായിരുന്നു? നീ പ്രത്യേകിച്ച് വന്നിട്ട് എന്നോട് വന്ന് ട്രാൻസ് ആണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവൻ ഗുണ്ടനാ. അതുകൊണ്ടാണ് ഒട്ടകത്തിന്റെ കൊതത്തിനകത്ത് കാര്യം നടത്തുന്നത്. അവന് മക്കളുണ്ടാകാത്ത എന്തുകൊണ്ടാ? ട്രാൻസ് ആയതുകൊണ്ടല്ലേ. നിന്റെ മമ്മുന് കാമഭ്രാന്തന് വല്ല മക്കളുണ്ടോ? ഷാനവാസ് പലവേല നിന്റെ ഉമ്മാന്റെ കൂതിക്കകത്തോട് കയറ്റിക്കൊടുത്തേരെ. നിന്റെ അണ്ടി ഉണ്ടല്ലോ, നിന്റെ ഉമ്മാന്റെ കൂതിക്കകത്തോട്ട് കയറ്റിക്കൊടുത്താ തീരുന്ന പ്രശ്നമേ ഉള്ളൂ നിന്റെ പ്രശ്നം. പറഞ്ഞ മനസ്സിലായോടാ? എന്റെ അടുത്തോട്ട് നീ വന്നാൽ നിന്റെ മുറിയണ്ടി വെട്ടിയെടുത്ത് നിന്റെ അണ്ണാക്കിനകത്തോട്ട് തന്നെ ഞാൻ തുരുകിത്തരും. നീ വേലത്രവുമായിട്ട് ഇവിടെ ഷാനവാസ് പലവേലയുമായിട്ട് ഇവിടെ ഇറങ്ങി വന്നാലുണ്ടല്ലോ, നിന്റെ മുറിയണ്ടിയുടെ വേലത്തരം നീ എന്നോട് കാണിച്ചാലുണ്ടല്ലോ, നിന്റെ അണ്ടി വെട്ടി നിന്റെ അണ്ണാക്കിനകത്തോട് തിരികെ വെച്ചിട്ട് നിന്റെ അമ്മയും ഉമ്മാന്റെ കൊതത്തിനകത്തോട് കൂടി കയറ്റി വെച്ച് കഴിയുമ്പോഴത്തേക്കും നന്നായിരിക്കും. പിന്നെ 2 പേർക്കും ഉമ്മാന്റെ കൊതവും തിരിയില്ല, നിനക്ക് പിന്നെ നിന്റെ വായും തിരിക്കാൻ പറ്റത്തില്ല. മനസ്സിലായോ? എന്നാ ചെല്ല്, പലവേല ഇങ്ങോട്ട് ഇറക്കണ്ട. കണ്ടാൽ അങ്ങനെ തോന്നും, ഒന്നും ചോദിക്കണ്ട. അതെ, മമ്മുന് കാമഭ്രാന്തനെ കണ്ടാൽ അങ്ങനെ തോന്നും. അതുകൊണ്ടാ, ഒന്നും വിചാരിക്കണ്ട. ഗുണ്ടന് ചേർന്ന ഗുണ്ടനല്ലേ നീയും.
ഷാനവാസ് പലവേല നിന്റെ ഉമ്മാന്റെ വായിക്കാത്തിരിക്കുന്ന മുറിയാണോ? ഉസ്താദുമാരുടെ എല്ലാവരുടെ ഒരുമിച്ച് നിന്റെ ഉമ്മ വായിക്കാത്ത കയറ്റിക്കൊണ്ടിരിക്കുന്നതാണല്ലോ പറയുന്നത് കേട്ടത്. കൂട്ടത്തിൽ നിന്റെ ഭാര്യയും കൂടി സഹായിക്കാൻ പോകുന്നുണ്ടെന്ന് ഷാനവാസ് പലവേലയുടെ ഉമ്മ. കേട്ടോ? മനസ്സിലായോ? അതുകൊണ്ട് പലവേല ഇങ്ങോട്ട് ഇറക്കിക്കൊണ്ട് ഇങ്ങോട്ട് വരില്ലേ? ഓടും. ഷാജി കുര്യൻ ഇത്രയും മോശമായി സംസാരിക്കുന്നു. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യും, ഷാനവാസ് പലവേലയുടെ അണ്ടി നിന്റെ അമ്മയുടെ വായിലൂടെ തിരികെ തരണം എന്ന് ചോദിക്കുവോ ഷാജി കുര്യൻ? നീ നിന്റെ അമ്മയുടെ വായുകൊണ്ട് കൊടുക്കുവോ? ഷാജി കുര്യൻ ഷാനവാസ് പലവേല കമന്റ് ഇട്ടത് കൊണ്ടായിരുന്നു. അവന്റെ അണ്ടി എടുത്ത് നിന്റെ അമ്മയുടെ വായിലോട്ടൊന്ന് തിരികെ തരട്ടെ എന്നാ ചോദിച്ചത്. എന്നൊരു കാര്യം ചെയ്യും, മോശമായൊന്നും സംസാരിക്കണ്ട. അമ്മയുടെ വായൊന്ന് തുറന്നു വെച്ച് അവനോട് കൊടുത്താൽ മതി. അതോടുകൂടി കാര്യം തീരും. കേട്ടോ ഷാജി കുര്യൻ? ഫിറോസ് കേത്തു, നിന്റെ അമ്മയെ ഞാൻ പറയില്ല. പറഞ്ഞ നിന്റെ ഉമ്മ ഏറി കയറും. എന്റെ അമ്മയെ പറഞ്ഞാലുണ്ടല്ലോ, നിന്റെ ഉമ്മ ചിലപ്പം തെരുവിലെ പറവേഷകളെക്കാളും വേശിയായിട്ട് ചിലപ്പോൾ അലയേണ്ടി വരും. മനസ്സിലായോ? അതുകൊണ്ട് കൂടുതൽ നേരം ഇവിടെ കിടന്ന് കളിക്കാതെ പോകും. കേട്ടോ? ഷാജഹാൻ ഖാജ, അവസാനം ചിരി നിങ്ങൾക്കാവില്ല. നിങ്ങൾക്കിപ്പോഴും തോന്നുന്നുണ്ടോ പലസ്തീനെ ഇടച്ചടക്കി ഭരിക്കുന്നുവെന്ന്? കാവിലെ അടുത്ത മത്സരം വരുമ്പോൾ നമുക്ക് നോക്കാം. കേട്ടോ? കേട്ടോ ഷാജഹാൻ ഖാജ? അടുത്ത കാവിലെ മത്സരം വരുത്തില്ലേ, ആ സമയത്ത് ഈ ഡയലോഗുമായിട്ട് നമുക്ക് കാണാം. ഓക്കെ? അടുത്ത കാവിലെ മത്സരത്തിന് നമുക്ക് കാണാം. സ്ഥലം കാലിയാക്കി. ഷിബി രതീഷ് അവൻ കാണത്തില്ല. ഷാജി കുര്യൻ അതൊന്നും കാണില്ല. ഷാജി കുര്യനെ അത് ഞാൻ ചോദിക്കട്ടെ, കൂത്തികൾക്ക് അടിവരി കൊടുത്തപ്പോഴത്തേക്കും കൂത്തികൾ ഷിയകളല്ല. നാട്ടിലെ കുഞ്ഞുങ്ങൾക്കറിയാം. ഇപ്പൊ നമ്മന്റെ കാക്കാൾക്ക് കരച്ചിലും ഇല്ല ചിരിയും ഇല്ലാത്ത അവസ്ഥയിലിരിക്കുവോ. സൗദി മുഴുവനും മിഠായി വിതരണം ചെയ്ത് ആഘോഷിക്കാൻ കൂത്തികൾക്ക് ഇസ്രായേൽ വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. ഒരു മിനിറ്റ്. മനസ്സിലായോ? കൂത്തികൾക്കിട്ട് ഇസ്രായേൽ താങ്ങിക്കൊടുത്തത് കൊണ്ട് കൂത്തിയുടെ അണ്ടകടാകടങ്ങൾ വരെ പൊട്ടിപ്പോയി. കൂത്തികൾ അണ്ടകടാകങ്ങൾ വരെ പൊട്ടിപ്പോയി. നിങ്ങൾക്ക് ആ വീഡിയോ കാണണ്ടേ? ഞാനത് കാണിച്ചത് അടുത്ത ലൈവ് വരുമ്പോ കാണിക്കാം. കൂത്തികൾക്ക് എന്തുവാ ഇറാനിൽ ഷിയകളും സുന്നികളും അടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇറാനിൽ ഷിയകളും സുന്നികളും അടിക്കും. ലെബനോനിലും ഷിയകളും സുന്നികളും അടിക്കും. കൂത്തികൾ യമനിലും ഷിയകളും സുന്നികളും തമ്മിൽ അടിക്കുക. യമനിലെ കൂത്തികളും ഷിയകളും തമ്മിൽ അടിയോടി, എല്ലായിടത്തും അടി. ഇസ്രായേൽ എല്ലായിടത്തിനും കണ്ടം വഴിയിട്ട് ഓടിക്കുക. ഇപ്പൊ മാറിയിരുന്ന് തിരിഞ്ഞിരിഞ്ഞ് കരയാനുള്ള അവസരം പോലും ഇല്ലാണ്ട് പോയല്ലോ. സുടുക്കുഞ്ഞുങ്ങളെ, വളരെ കഷ്ടമുണ്ട് നിങ്ങളുടെ അവസ്ഥ ഓർക്കുമ്പോൾ. ഷാജഹാൻ ഖാജ കാണാം. എന്നെ സ്ഥലം കാര്യമാക്കിട്ടോ. അടുത്ത കാവിലെ മത്സരം വരുമ്പോഴത്തേക്ക് കാണാം. കേട്ടോ? നമ്മളുടെ തള്ളാഹുവിനെ കൊള്ളാം. എപ്പോഴും തോപ്പിക്കും. എന്നിട്ട് ഒരു ഓഫർ കൊടുക്കും. അന്തിമ വിജയം തള്ളാഹുവിന്, അന്തിമ വിജയം തള്ളാഹുവിന്. ഫിറോസ്
പറ്റി? മമ്മൂഞ്ഞ് കാമഭ്രാന്തന്റെ തന്തയെ തിരക്കാൻ വേണ്ടിയിട്ട് ഈ കമന്റ് ബോക്സിൽ വന്നെയാണോ? ആമനെത്താത്ത 4 വർഷം തൂങ്ങിക്കൊണ്ട് നടന്നത് പോലെയാ ഗർഭം. ഇനിയും നിനക്ക് കുളവാക്കണമോ? ഫിറോസ് കേറ്റി, പിന്നെ മമ്മൂഞ്ഞ് കാമഭ്രാന്തന്റെ ഗർഭത്തെ കുറിച്ച് പറഞ്ഞ് ഇനിയും മമ്മൂഞ്ഞിനെ ഏറി കയറ്റണമെന്നാണോ നിന്റെ ആഗ്രഹം? മാത്യു ജോസഫ് ഒരു മനസ്സിന് മാത്യു ജോസഫ് എന്നാടാ ഊളയ്ക്കുണ്ടായവനെ? നിന്റെ വീട് കൊടുങ്ങല്ലൂരാണോ? നിന്റെ അമ്മ ഭരണിപ്പാട്ട് പാടിക്കൊണ്ടിരിക്കാനായിട്ട്? മാത്യു ജോസഫ്, നിന്റെ അമ്മ ഭരണിപ്പാട്ട് പാടിക്കൊണ്ടിരിക്കാൻ നിന്റെ വീട് കൊടുങ്ങല്ലൂരാണോ? നീ കൂടുതൽ വേലത്തിൽ കാട്ടിക്കൊണ്ട് വരല്ലേ? ഒന്നു മോനെ കാലേ പോലെ ഞാൻ അടിച്ചാലുണ്ടല്ലോ, പിന്നെ നിന്റെ മൂടും താങ്ങി നീ പൊട്ടി ഇവിടെ തെറിച്ചു കിടക്കും. ഓട് കണ്ടം വഴി കഴുതേ. കുണ്ടന്മാർക്ക് എന്താണ് എന്റെ പേജിൽ സ്ഥാനം? എടാ കുണ്ട മാത്യു ജോസഫേ. ഷാനവാസ് ബലവേല, ഉമ്മാന്റെ വായി കക്കൂസാണ്, അതുകൊണ്ടാണ് ഉസ്താദുമാരുടെ സാധനങ്ങളെല്ലാം ഉമ്മാന്റെ വായി ഉസ്താദുമാരുടെ ഉമ്മാന്റെ വായി തൂറിക്കൊടുക്കുന്നതെന്ന്. ഷാനവാസ് ബലവേലയുടെ അങ്ങനെയാണോ? അതറിയില്ലായിരുന്നല്ലോ. ഷാനവാസ് ബലവേലെ, നിന്റെ ഉമ്മാന്റെ വായി കക്കൂസാണോ? അതുകൊണ്ടാണോ മലപ്പുറത്തെ ഉസ്താദുമാരെല്ലാം നിന്റെ ഉമ്മാന്റെ വായി തൂറിക്കൊടുക്കുന്നത്? ഇങ്ങനെയൊക്കെ ഉമ്മമാരെ വന്നിട്ട് പബ്ലിക്കിൽ വന്നിട്ട് ആക്ഷേപിക്കാൻ കൊള്ളാവോ? എൻ്റെ ഷാനവാസ് ബലവേലയുടെ ഉമ്മ എൻ്റെ വായി കക്കൂസാണ് പോലും, അതുകൊണ്ടാണ് ഉമ്മാന്റെ വായിൽ എല്ലാവരും പോയി ഉസ്താദുമാരെല്ലാം ഉമ്മാന്റെ വായി തൂറിക്കൊടുക്കുന്നത്. അതറിയില്ലായിരുന്നല്ലോടോ ഷാനവാസ് ബലവേലെ. മനോജ് രാമചന്ദ്രൻ, സുടുക്കളോട് മറുപടി പറഞ്ഞ് നമ്മുടെ നിലവാരം മാറ്റണം. സുടുക്കൾക്ക് മറുപടി കൊടുത്താൽ നിലവാരം മാറുമോ? അതെന്താണോ എനിക്ക് മനസ്സിലാകുന്നത്. അന്നൊരു കാര്യം ചെയ്യും, സുടുക്കൾക്ക് കൊണ്ടുപോയി കുഞ്ഞു നിന്ന് കൊടുക്കുക, അപ്പൊ നിന്റെ നിലവാരം മാറുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് നോക്കാമല്ലോ. മനോജ് രാമചന്ദ്രൻ, സുടുക്കൾക്ക് മറുപടി കൊടുക്കണ്ട, പോയി സുടുക്കൾക്ക് കുഞ്ഞു നിന്ന് കൊടുക്കുക, അപ്പോഴത്തേക്ക് നിലവാരം. നിന്റെ ഉമ്മയെ തന്നെ നിന്റെ ഉമ്മയുടെ കൊതത്തിനകത്തോട്ട് ഇസ്രായേലിന്റെ മിസൈല് വിടുമ്പോൾ കൂത്തികളുടെ നാട്ടിൽ കൊണ്ട് കൊടുത്താൽ നിന്റെ ഉമ്മയെ കൊണ്ട് പ്രയോജനം കാണും. നിന്റെ ഉമ്മയുടെ കൊതം കൊണ്ട് ഇസ്രായേൽ വിടുന്ന മിസൈൽ തടുക്കാൻ പറ്റും. ഷാനവാസ് ബലവേലെ, മനസ്സിലായോ? നിന്റെ ഉമ്മയെ കൊടുത്താൽ മതി. നിന്റെ ഉമ്മയുടെ കൊതത്തിന് അത്രയ്ക്കും എന്ന് പറഞ്ഞാൽ വലിപ്പം കൂടുതലാണെങ്കിൽ കൂത്തികളുടെ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഉമ്മയുടെ കൊതത്തിനകത്ത് കൂത്തികൾ മിസൈല് ഇസ്രായേൽ വിടുന്ന മിസൈല് ഉമ്മ തടുത്തോളും. കേട്ടോ? കേട്ടോ ചേത്തകളെ? സുഹൃത്തുക്കൾക്ക് മറുപടി കൊടുത്ത് നമ്മുടെ നിലവാരം മാറ്റണം. പിന്നെ നിലവാരം മാറ്റണ്ട. ബലാത്സംഗം ചെയ്യാൻ വരുന്നവര് തിരിച്ച് അണ്ടി ചവിട്ടി പൊട്ടിച്ച് നിലവാരം പോകുന്നു മേടിച്ചിട്ട് എന്താണെന്ന് ചെയ്യട്ടാ കിടന്ന് കൊടുക്കാൻ ചെയ്യണ്ട, നിലവാരം കരയണ്ട. ബലാത്സംഗം ചെയ്യാൻ വരുന്നവനെ ചവിട്ടി അവന്റെ അണ്ടി പൊട്ടിച്ചാൽ നമ്മുടെ കാല് കൊണ്ട് ചവിട്ടി അവന്റെ അണ്ടി പൊട്ടിയല്ലോ എന്ന് പറഞ്ഞ് നിലവാരം പോകുമെന്ന് വിചാരിച്ചിട്ട് കിടന്നു കൊടുക്കാല്ലേ? കൂടാൻ വിവരം കേട്ടവന്മാരെ, നന്നായിനടാ. സ്വന്തം ഭാര്യയുടെ മാനം ചോദിക്കുന്നവന് തീർത്തേക്കണം. ആണായിട്ടൊക്കെ ജീവിക്കാൻ പണിയും, നീ കാണാനായിട്ട് ജീവിക്കാൻ പറ്റും. മനസ്സിലായോ? പെണ്ണിന്റെ മാനത്തോട് വില പറഞ്ഞ് സംസാരിക്കുന്നവൻ അവന് അണ്ണാക്കിനകത്തോട്ട് സാധനം വെട്ടി കയറ്റി കൊടുക്കുന്ന രീതിയിലേക്ക് നിങ്ങൾ ചങ്കൂറ്റുള്ള ആണും പെണ്ണും വളരണം, എഴുന്നേക്കണം. ഇതിനെയൊക്കെ മാനനിലവാരം നോക്കി നിൽക്കരുത്. മാനനിലവാരം എന്ന് പറഞ്ഞാൽ തിരിച്ചു കൊടുക്കുമ്പോഴാണ് മാനം. തിരിച്ചു കൊടുക്കാതെ കേട്ടോണ്ടിരുന്ന കഴിഞ്ഞാൽ അപമാനമാണ്. പക്ഷെ നിങ്ങളെ തലതിരിഞ്ഞ് പഠിപ്പിച്ചു കഴിഞ്ഞു. നിങ്ങളെ ശിഖണ്ഡികളാക്കി തലതിരിച്ച് പഠിപ്പിച്ചു വെച്ചിരിക്കുന്നുണ്ടാവും. സുബാക്ക് വർഗീസ്, നിന്നെയല്ലാന്ന് ഞാൻ കണ്ടം വഴി ഓടിച്ചത്. ഇവർക്കൊക്കെ കണ്ടം വഴി ആ നാടി കൊണ്ട് ഓടിയിട്ടും ഒരു ഉടുപ്പില്ലാതെ കറങ്ങി നടക്കുന്ന ഇവിടെയൊക്കെ എന്നാ പറയണം? സുബാക്ക് വർഗീസേ,
എടി നിന്നെ ഒരു ദിവസം കണ്ടമഴിക്ക് ഞാൻ അടിച്ചു ഓടിച്ചതല്ലേ? അടി കൊണ്ടിട്ടും നീ നിന്റെ കൊതവും കൊണ്ട് ഇങ്ങോട്ട് വരണമെന്നുണ്ടെങ്കിൽ നീ ആളാരാണ്? അന്ന് നിന്റെ കൊതത്തിനകത്തോട്ട് മിസൈലും കയറ്റി വിട്ട് നിന്നെ അണ്ടം വഴി ഞാൻ ഓടിച്ചത്. എന്നിട്ടും നീ അടി മേടിക്കാൻ വേണ്ടി ഇങ്ങോട്ട് വരണമെങ്കിൽ നീ ആളാരാണ്? വെറും ഊളെ ആയതുകൊണ്ട് വിവരം കേട്ടവളെ. തിരിച്ച് മറുപടി കൊടുത്താൽ അങ്ങനെ നിലവാരം താണു പോകുന്നു. അങ്ങനെ നിലവാരം താണു പോകുന്നവര് എന്റെ പേജിലോട്ട് വരണ്ടപ്പ. നിലവാരം താണവരൊന്നും എന്റെ പേജിലോട്ട് വരണ്ട. ചെല്ല് അല്ല, ഉസ്താദുമാരുടെ പേജും കാണും. ഇനി അടി കൊടുക്കുമ്പോൾ നീയൊക്കെ പഠിച്ചോളൂ. നിന്റെയൊക്കെ ഭാര്യയുടെയും അമ്മയുടെയും മോളുടെയും ഒക്കെ കൊതം തിരക്കി ഇവന്മാര് വരുന്നൊരു നാള് വരും. അന്ന് കൊതം കൊടുക്കാൻ നിന്നാ മതി. ഇന്ന് തിരിച്ച് മറുപടി കൊടുക്കാൻ പേടിക്കുന്നവര് അന്ന് അമ്മയുടെയും ഭാര്യയുടെയും മോളുടെയും ഒക്കെ കൊതം എടുത്ത് വെച്ച് കൊടുക്കാൻ നിന്നാ മതി. കേട്ടോ? ഇനിയെങ്കിലും ക്രിസ്ത്യാനി എന്ന് പറയുന്ന വിവരം കെട്ടവന്മാരെ, ഹിന്ദുക്കളെ, തലയൊക്കെ ഉണര്. നീയൊക്കെ തലയൊക്കെ ഒന്ന് ഉണര്. ഈ ചെറ്റകളുടെ വർത്തമാനം കേട്ടിട്ടും ഈ ചെറ്റകളുടെ ഊളത്തരം കേട്ടിട്ടും മനസ്സിലായോ? ഷാനവാസ് പലവരെ സുബാക്ക് ഇതേ വന്നിട്ടുണ്ട്. നിന്റെ കുണ്ണ എടുത്ത് സുബാക്കിന്റെ വായിൽ കൊടുത്താൽ മതി. അവള് വന്നിട്ടുണ്ട്. നിന്റെ കുണ്ണ ചോദിക്കാനേ നീ ഒരുത്ത വന്നിട്ടുണ്ട്. എന്റെ പേരെന്താ? ഒരു മിനിറ്റ്. സുബാക്ക്. നിന്റെ ഉമ്മയ്ക്കും കൊടുത്ത് അവർക്കും കൊടുത്തേരെ. രണ്ടുപേർക്കും ആവുമ്പോഴത്തേക്കും ശരിയായിക്കോളൂ. ഒരു മിനിറ്റ്. അവളുടെ പേര് ഞാനൊന്ന് നോക്കട്ടെ. മാത്യു ജോസഫ്. അതേടാ, നിന്റെ അമ്മ കൊണ്ട് കൊതം കൊടുത്ത് ജീവിക്കുന്നത് കൊണ്ടേ അമ്മയ്ക്ക് ഭരണിപ്പാട്ട് അല്ലാണ്ട് വേറെ ഒന്നുമില്ല. അതിനിപ്പോ ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? മാത്യു ജോസഫേ, അമ്മയൊക്കെ പോയി അടക്കി വെക്കും. അപ്പൊ ശരിയായിരിക്കും. കേട്ടോ? ചെല്ല്. സുബാക്ക് വർഗീസ്. സുബാക്ക് വർഗീസിന് നിന്റെ പുണ്ണ വേണം. നീ ചോദിച്ചില്ലേ പുണ്ണ വായി കൊടുക്കാമെന്ന്? സുബാക്ക് വർഗീസിന്റെ വായിൽ വെച്ച് കൊടുത്താൽ മതി. ഷാനവാസ് പലവേല അവള് ചോദിക്കാൻ വന്നത്. അവളും വന്നിട്ടുണ്ട്. പിന്നെ നിന്റെ ഉമ്മാനും കൊടുക്കാം. രണ്ടുപേർക്കും കൊടുത്തോ? മനസ്സിലായോ? കൂട്ടത്തിൽ ഉസ്താദിനും കൂടി കൊടുത്തോ? എല്ലാവർക്കും കൂടി. നിന്റെ വമ്പായിൽ ചെപ്പിയ സാധനം സുബാക്ക് വർഗീസിന് വേണം. നീ അവക്ക് തന്നെ കൊടുത്തേ. കേട്ടോ? ഇങ്ങോട്ട് കൊണ്ടുവന്നാലുണ്ടല്ലോ അടി നിന്റെ ഉമ്മാക്ക് തന്നെ അച്ചാറിട്ട് കൊടുക്കും ഞാൻ. മനസ്സിലായോ? കേട്ടോടാ? ഇങ്ങോട്ട് കൊണ്ടുവന്ന ഇപ്പൊ ബോംബ് കൂട്ടി ഹിസ് ബോളുകളെല്ലാം ബോളുകളെല്ലാം പോയി കിടക്കല്ലേ? ഹിസ് ബോളിന്റെ സകല ബോളുകളും പോയി കിടക്കുക. അല്ലെങ്കിൽ നിന്റെ മമ്മദ് കാമഭ്രാന്തന്റെ അണ്ണാക്കിനകത്തോട്ട് കൊണ്ട് തിരികെ കയറ്റി കൊടുക്കും. അല്ലെങ്കിൽ വേണ്ട, മക്കയിൽ നിന്റെ ഉമ്മാന്റെ തള്ളാക്കുവിന്റെ യോനി തുറന്നു വെച്ചിരിക്കുകയല്ലേ, അതിനകത്തോട് തിരികെ കൊടുക്കും. ഉണ്ണ കൊണ്ടുപോയി ചേച്ചേ. കണ്ടം വഴി മൂളെ എന്റെ ഉമ്മാന്റെ കുളത്തിനകത്തോട്ട് മിസൈൽ കയറ്റി കൊടുക്കണം പോലും. മനോജ് രാമചന്ദ്രൻ, എന്താടാ ഊളയ്ക്കുണ്ടായവനെ? നിന്റെ അമ്മ വല്ല ഉസ്താദുമാരുടെ കൂടെ കുടുങ്ങി നിന്ന് കൊതം കൊടുത്തോണ്ടിരിക്കുവാടാ ചെറ്റേ. നീ അഞ്ചു മേരി വർഗീസിനോട് മറുപടി കൊടുത്തിട്ട് നീ ഇപ്പൊ നേരത്തെ വന്ന് കമന്റ് ഇട്ടത് അങ്ങനെയല്ലല്ലോടാ ചെറ്റേ. സുടുക്കളോട് മറുപടി പറഞ്ഞ് നിലവാരം കുറവാണോ? അപ്പൊ ക്രിസ്ത്യാനികളോട് നീ മറുപടി കൊടുക്കുവോ? ഊളയ്ക്കുണ്ടായവനെ. മനോജ് രാമചന്ദ്രൻ കൂടുതൽ വേലത്തരം കാണിച്ചാലുണ്ടല്ലോ കാലേ വാരി നിലത്തടിക്കും ചേറ്റേ. ഇതിനകത്ത് കയറുമെന്ന് സംസാരിച്ച കണ്ടോ?
ഷിബി രാധേഷിനോടും മനോജ് രാമചന്ദ്രൻ നിന്റെ ഭാര്യയുടെയും അമ്മയുടെയും കോതം കൊണ്ട് സുഡാപ്പിക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ ആ കോതം കൊടുത്തിട്ട് അവിടെ ഇരുന്നേക്കണം കേട്ടോ. ചേറ്റയ്ക്ക് പറഞ്ഞവനെ കഴിവേറുടെ മോനെ, നീ അടുത്തിരടാ സംസാരിക്കുന്ന മനോജ് രാമചന്ദ്രൻ. നീ വലിയ നിലവാരത്തിൽ കമന്റ് ഇട്ട് തള്ളി മറിച്ചവനല്ലേ. നിന്റെ നിലവാരം എവിടാ? നിന്റെ നിലവാരമാണോ മൈരയും തായോളിയൊക്കെ ചോദിക്കുന്നത്? കഴിവേറുടെ മോനെ, നിന്റെ നിലവാരമാണോ മൈരയും തായോളിയൊക്കെ ചോദിക്കുന്നത്? നീ വലിയ ആളെപ്പോലെ വന്ന് കമന്റ് ഇട്ട് തള്ളി മറിച്ചില്ല. സുടുക്കൾക്ക് നിന്റെ അമ്മയുടെ കൊതം കൊണ്ട് കൊടുക്കുക. പന്നലെ കഴിവേറുടെ മോൻ, അപ്പൊ സുടുക്കൾക്ക് അമ്മയുടെ കൊതം കൊണ്ട് കൊടുക്കും, ഭാര്യയുടെയും കൊതയും മോളുടെ കൊടം കൊണ്ട് കൊടുക്കുന്നു. ക്രിസ്ത്യാനികളോടും ഹിന്ദുക്കളോടും നീ മൂഞ്ചാൻ പോണം. ചേട്ട ആള് കൊള്ളാലോ. നീ ചേട്ടക്കുണ്ടായത് നിന്റെ നിലവാരം നിന്റെ കയ്യിലങ്ങ് വെച്ച് വെച്ചാൽ മതി. മനസ്സിലായോ? മനോജ് രാമചന്ദ്രൻ സഹോദരങ്ങൾ, അവന്റെ കമന്റ് ഒന്ന് നോക്കി നിങ്ങൾ കയറി. അവന്റെ കമന്റ് ഒന്ന് കയറി നിങ്ങൾ നോക്കൂ. അവൻ എന്ത് കമന്റ് ഇട്ടെന്ന് പറഞ്ഞിട്ട് അവനിട്ട കമന്റ് സുടുക്കളോട് മറുപടി കൊടുത്ത് നമ്മുടെ നിലവാരം കുറയ്ക്കണോ സഹോദരി എന്നാണ് അവൻ കമന്റ് ഇട്ടത്. എന്നിട്ട് അവന് മറുപടി കൊടുത്ത ക്രിസ്ത്യാനികൾക്കും ഹിന്ദുക്കൾക്കും കയറി അവൻ കൊടുത്ത മറുപടി ഉണ്ടോ? സിന്ധു മാത്യു, കർത്താവേ നീ ഇത് കാണുന്നുണ്ടല്ലോ, എന്തേ നിന്റെ കൊതം കൊടുത്ത് നീ ഉസ്താദുമാർക്ക് കുഞ്ഞിന്ന് കൊതം കൊടുത്തോണ്ടിരിക്കുന്നതോ? അതാണോ കർത്താവ് കാണുന്നുണ്ടല്ലോ എന്ന് ചോദിച്ചത് സിന്ധു മാത്യു? അയ്യോ, കർത്താവിന് നിന്റെ കൊതം കണ്ടുകൊണ്ടിരിക്കാൻ സമയമില്ല സിന്ധു മാത്യു. സുഡാപ്പികൾക്ക് കൊണ്ടുപോയി നിന്റെ കൊതം കുനിഞ്ഞിന്ന് കൊടുക്കുന്നുണ്ടെങ്കിൽ ആ കൊടുപ്പ് നിന്റെ കയ്യിൽ വെച്ചേച്ചാ മതി. കേട്ടോടി സിന്ധു മാത്യു, കേട്ടോ? ഈ കർത്താവിനെ കാണിക്കാൻ നിന്റെ കൊതവുമായിട്ട് പോകണ്ട. ഈ സുഡാപ്പികൾക്ക് കൊണ്ടുപോയി നിന്റെ കൊതം കൊണ്ട് കൊടുത്താൽ മതി. പറഞ്ഞ മനസ്സിലായോ? കർത്താവിനെ കൊതം കാണിക്കാൻ ഇറങ്ങിയിരിക്കും അവർത്തി സിന്ധു മാത്യു. നീ കർത്താവിനെ കൊതം കാണിക്കാൻ ഇറങ്ങിയിരിക്കുവാണോ? നിന്റെ കൊതം സുഡാപ്പികൾക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ അവന്മാർക്ക് കൊണ്ട് കൊടുത്ത് അവന്മാരുടെ കൂടെ കമന്ന് കിടന്നാൽ മതി. കർത്താവിന് നിന്റെ കൊതം കാണിക്കേണ്ട കാര്യം വരുന്നില്ല. ചേറ്റയ്ക്കുണ്ടായവളെ അവൾ കർത്താവിന് കൊതം കാണിക്കാൻ വേണ്ടി കറങ്ങി കിടക്കുക. വേറൊരുത്തി ഉണ്ടല്ലോ അവിടെ, വേറെന്താ ജിജി മാരിയോ, അവക്ക് ഇതുപോലൊരു സോക്കേടാ സിന്ധു മാത്യുയെ പോലെ. ഒരു മിനിറ്റ്, കർത്താവിന് കൊതം കൊടുക്കാൻ വേണ്ടി കൊതം കാണിക്കാൻ വേണ്ടി കറങ്ങി നടക്കുന്ന ഒരുത്തി സിന്ധു മാത്യു. അതുകൊള്ളാം. ഓരോരുത്തന്മാർ നിന്റെ പൂരെടുത്ത് വായി തരുമോന്ന് ചോദിച്ചോണ്ടിരിക്കുമ്പോ നീ കൊടുത്തോണ്ടില്ലേടി കഴിവരുടെ മോളെ? സിന്ധു മാത്യു ഇതുപോലെ ഊളകളെ ഉണ്ടല്ലോ, കാലേ വാരിയുണ്ടല്ലോ, കവിച്ച് വെച്ച് അടിച്ച് നിലത്ത് വീണം പന്ന പട്ടികളെ, ഊളത്തരം പറഞ്ഞു വരുന്നവളുമാരെ, ചേറ്റകളെ നിലയ്ക്ക് നിർത്താത്തത് കൊണ്ടാ കഴിവേറികൾക്കൊക്കെ കണ്ടവന്മാർക്കൊക്കെ കൊടുത്തു കൊടുത്ത് നല്ല ശീലമായി പോയി. അതുകൊണ്ട് തിരിച്ചു പറയുന്നവരെ കണ്ടവന്മാർക്ക് ഇളക്കവാ. ചോദിക്കുന്നവന്മാരുടെ കൂടെയെല്ലാം കിടന്നു കൊടുത്ത് ശീലിക്കുന്നവൾക്കുമാർക്ക് തിരിച്ചു മറുപടി പറയുന്നത് കാണുമ്പോൾ ഇളക്കപ്പരിപ്പുവാ. നിന്റെയൊക്കെ ഇളക്കപ്പരിപ്പ് സൂക്കേടൊക്കെ നിന്റെയൊക്കെ കയ്യിൽ വെച്ചേച്ചാ മതി. മനസ്സിലായോ ചേറ്റേ? അവിടെയൊക്കെ പേജ് പിന്നെ തിരിച്ചു മറുപടി പറയുന്നത് കാണുമ്പോൾ ഇവിടെ വന്ന് കമന്റ് ഇട്ട് തള്ളി മറിക്കുന്നൊന്നും കാണുന്നില്ല അവളൊന്നും. ഞാൻ നിൽക്കുന്നതേ ജെറുസലേമിലാ, ഇസ്രായേലിലാ. ഇവിടുന്ന് കൂത്തികൾക്ക് അടിച്ചു കയറ്റുന്ന ആയുധം ഉണ്ടല്ലോ, അതിന്റെ 10,000 മടങ്ങ് പവർ ഞാൻ എൻ്റെ അടുത്ത് വന്നാൽ തിരിച്ചു തരും. മനസ്സിലായോ? തന്തയില്ലാത്തവളുമാര് ഇതിനകത്ത് ഇറങ്ങിയിരിക്കുവോ? കുറെ എണ്ണങ്ങൾ വിശുദ്ധന്മാരിറങ്ങിയിരിക്കുവോ? വിശുദ്ധന്മാരൊക്കെ വീട്ടിൽ കയറി ഒളിച്ചിരുന്നോ? വല്ലവന്മാരും കൊതം ചോദിക്കുമ്പോഴും കൂറ് ചോദിക്കുമ്പോഴൊക്കെ കൊടുത്തോണ്ടിരുന്നു അവിടെ തന്നെ. മനസ്സിലായോ? ചോദിക്കാൻ വരുന്നവന്മാർക്കേ വിശുദ്ധന്മാരൊക്കെ കൊടുത്തോണ്ടിരിക്കുവോ? കാലം മാറിയിരിക്കുന്നത് പോലും അറിയാതെ, കാലത്തിൽ ലോകത്തിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും അറിയാതെ ജീവിക്കുക കുറെ മരക്കഴുതകള്, കുറെ വിശുദ്ധ മരക്കഴുതകൾ ഇറങ്ങിയിരിക്കുക, ചേറ്റകള്. ഒരു മിനിറ്റ് തന്നെ. ഇതൊക്കെ കേട്ട നാണക്കേട് പോലും. പെമ്പിള്ളാരെ പഠിപ്പിച്ചു കൊടുത്ത് വളർത്തേണ്ടത് ഇതുപോലെയൊക്കെ തന്നെയാണ്. അല്ലാതെ കണ്ടവന്മാര്
മുലയും കിലയും പൂർവ്വമൊക്കെ ചോദിക്കുന്ന സമയത്ത് അയ്യോ കൊടുത്തോണ്ട് വരണേ മോളെ എന്നല്ല പഠിപ്പിക്കേണ്ടത്. മനസ്സിലായോ? തിരിച്ച് നല്ല കാലവാരി അടിക്കുന്ന രീതിയിൽ മക്കളെ പഠിപ്പിച്ചെടുക്കണം. കാലം മാറി പ്രിയ സഹോദരങ്ങളെ. കാലത്തിനനുസരിച്ച് ചിന്തിക്കാനും പ്രവർത്തിക്കാനും തുടങ്ങിക്കോ. ഇല്ലേ ഏത് വഴിക്ക് അടി വരുന്നതെന്നുള്ളത് പ്രതീക്ഷിക്കാത്ത വഴിയിൽ നിന്ന് കിട്ടും. മനസ്സിലായോ? പ്രതീക്ഷിക്കാത്തടത്തുനിന്ന് അടി കിട്ടും. ഷാനവാസ് പലവേല. ഉമ്മാന്റെ വായ ഉണ്ടാലും അറിയാൻ ചപ്പല് കൂടുതലാണെന്ന്. അതിനിപ്പോ എന്താ? നിന്റെ ഉമ്മാന്റെ വായ എടുത്ത് വെച്ച് ചപ്പുന്നുണ്ടെങ്കിൽ ഞാനിപ്പോ എന്ത് ചെയ്യാൻ പറ്റൂടാ ഷാനവാസേ? അത്രയ്ക്ക് ഉമ്മയ്ക്ക് കടിയാണോ? അത്രയ്ക്ക് നിന്റെ ഉമ്മയ്ക്ക് കഴിപ്പെടുത്ത് നടക്കുവാണോടാ ചേറ്റേ ഷാനവാസ് പലവേലെ? അത്രയ്ക്കും നിന്റെ ഉമ്മയ്ക്ക് കഴപ്പെടുത്ത് നടക്കുകയാണെങ്കിൽ ആ കഴപ്പെടുത്ത് നടക്കുന്നതോട് അമ്മയടുത്ത് പറ, അവിടുത്തെ മിസൈലിനകത്തോട്ട് കയറി ഇരുന്നിട്ട് അവിടെ കാര്യം തീർക്കാൻ. നിന്റെ ഉമ്മയ്ക്ക് അത്രയ്ക്കും കഴപ്പാണെങ്കിൽ നിന്നെയൊക്കെ ഉണ്ടാക്കിയിട്ടല്ലോടാ പന്നിക്കുണ്ടായവള്. എത്ര കാട്ടുപന്നിയുടെ കൂടെ കിടന്നാണ് നിന്നെ തൂറിയിട്ടത് നിന്റെ ഉമ്മ. ചേറ്റേ അവന്റെ ഉമ്മയ്ക്ക് ഉമ്മയുടെ വായും കൊതവും കീറിക്കിടക്കുവാണെന്ന് ഷാനവാസ് പലവേലയുടെ. അത്രയ്ക്കും പറവടിയാണ് നിന്റെ ഉമ്മയെന്നുള്ളത് എനിക്കറിയത്തില്ലായിരുന്നല്ലോ. അത്രയ്ക്ക് മാത്രം കീറിക്കിടക്കാനായിട്ട്. ഷാനവാസ് പലവേലെ ഉമ്മയുടെ വായും തൊള്ളയും കൂതിയൊക്കെ കീറിക്കിടക്കുവാണെന്ന് ഞാൻ അറിയത്തില്ല. 2-3 കിലോ സ്വർണം കടത്തിക്കൊണ്ടിരിക്കുവല്ലേ ഉമ്മ. എലീസ അലക്സ്, നീ ആദ്യം സ്വന്തം പ്രൊഫൈൽ ഇട്ടിട്ട് വന്നിട്ട് പിന്നെ പരിശുദ്ധാത്മാനെ നമുക്ക് ചിരിപ്പിക്കാം. നീ ചെല്ല്. എലീസ അലക്സ് വന്നിരിക്കുക. ഷാനവാസേ, പ്രതീക്ഷിക്കാതെ ഉമ്മയുടെ കുളത്തിനകത്തോട്ട് മിസൈൽ കയറി വരുമെന്നോ? എനിക്കറിയത്തില്ലായിരുന്നല്ലോടാ. ഇത്രയൊക്കെ നിനക്ക് പ്രവചിക്കാനുള്ള കഴിവൊക്കെ ഉണ്ടോ? എന്നാ ഉമ്മയോടുത്ത് പറ, മിസൈലൊന്ന് തടുത്തു വെക്കാൻ പറ. ഉമ്മയോട് പോയി പറ, ആ മിസൈലൊന്ന് തടുത്തേക്ക് ഉമ്മ. പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഇസ്രായേലിന്റെ മിസൈലല്ലേ ഇപ്പൊ ഉമ്മയുടെ കുളത്തിനകത്തോട്ട് കയറി വരും. അതൊന്ന് തടുത്തേക്കണേന്ന് പറഞ്ഞിട്ട് ഉമ്മയ്ക്ക് ട്രെയിനിങ് കൊടുക്കുക. ചെല്ല്, ഇതിനകത്ത് കറങ്ങി നടക്കാതെ. അതെ, അവൻ കൂട്ടുകൃഷിയാണ്. എടാ ഉമ്മയെ പറയിപ്പിക്കാൻ നീയൊക്കെ ജനിച്ച ജന്മങ്ങളെ. സത്യത്തിൽ ഈ ഇസ്ലാമിന്റെ മതത്തിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഉമ്മമാരെന്ന് വെച്ചാൽ ഉമ്മമാർക്ക് ഭയങ്കര കരളാണ്, ജങ്കാണെന്നൊക്കെയാണ്. പക്ഷെ ഉമ്മമാര് കൊതം കൊടുക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന പ്രോഡക്റ്റ് ആണെന്നുള്ളതാണ് എനിക്കിപ്പോ മനസ്സിലായത്. ഉമ്മമാര് കൊതം കൊടുക്കാൻ വെച്ചിരിക്കുന്ന പ്രോഡക്റ്റ് ആണോ? ശോ, ഇസ്ലാം അങ്ങനെ ആയിരുന്നല്ലോടാ ഷാനവാസേ. നിന്റെ ഉമ്മാന്റെ കൊതം കാരണം നാട്ടിലുള്ള ഇസ്ലാം സുബുക്കളുടെ കൊത ഉമ്മമാരെല്ലാം നാറിക്കൊണ്ടിരിക്കുകയാണല്ലോ. നീ ഒറ്റൊരുത്തം നിന്റെ ഉമ്മയുടെ കൊതം വീർപ്പിക്കാൻ ഇങ്ങോട്ട് വന്നതോടുകൂടി നിന്റെ ഉമ്മാന്റെ കൊതം നാട്ടുകാരുടെ സകല കുടാപ്പികളുടെയും കൊതം പോലെ ആക്കി കളഞ്ഞല്ലോടാ നീ. പോടാ 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 പോടാ, തരത്തിലൊക്കെ പോയി സംസാരിടാ. പോടാ, പോ 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 പോ, തരത്തിൽ പോയി കളി. ഉമ്മാന്റെ വായിലെടുക്കലും ഉമ്മാന്റെ കൊതം കൊടുക്കലും ഒക്കെ പറയേണ്ട പേജല്ല ഈ പേജ്. നിന്റെ ഉമ്മയ്ക്ക് അത്രയ്ക്കും കടിയാണെങ്കിൽ ആ കടി തീർത്തു കൊടുക്കേണ്ടത് നിന്റെ ഉമ്മേനെ കൊണ്ടുപോയി കൂത്തികളുടെ കൈ കൊണ്ട് കൊടുത്തിട്ട് തീർക്കണം. മനസ്സിലായോ? എന്റെ അടുത്തോട്ട് വന്നു കഴിഞ്ഞാൽ കിട്ടേണ്ടത് കിട്ടി, വാങ്ങിച്ച് പോകേണ്ടത് പോകും.
അല്ല നിന്റെ ഉമ്മേന്റെ കൊതം കൊടുക്കലും വായി കൊടുക്കലും ചപ്പ എടുക്കലും നിന്റെ കുണ്ണയെടുത്ത് നിന്റെ ഉമ്മ വായിലിട്ട് തപ്പുന്നതൊക്കെ എന്നോട് പറയാൻ നിന്ന് കഴിഞ്ഞാലുണ്ടല്ലോ ചിലപ്പോ നിന്റെ ഉമ്മ ചിലപ്പോ ഉരുകി പോകേണ്ടി വരും. അവൾ കൊതം പൊട്ടിത്തെറിച്ച് ചിലപ്പോ ആകാശമണ്ഡലങ്ങളിൽ അവിടെ ഭസ്മമാക്കി നീ എടുക്കേണ്ടി വരും, പീസ് പീസാക്കി. മനസ്സിലായോ? നിന്റെ ഉമ്മയുടെ ഗോതം പൊട്ടിത്തെറിച്ചാലുണ്ടല്ലോ അവസാനം പിന്നെ കിട്ടത്തോലും ഇല്ല നിന്റെ ഉമ്മയുടെ ഗോതം. മമ്മദിന്റെ തള്ളയുടെ ഗോതം പൊട്ടിയതുപോലെ ആമിനാത്താത്തയുടെ ഗോതം പൊട്ടിപ്പോയില്ലേ, അതുപോലെ ആമിനാത്താത്തയുടെ ഗോതം പൊട്ടിയാണ് ലാസ്റ്റ് ആമിനാത്താത്തയ്ക്ക് 4 വർഷം കയറുമ്പോൾ തൂക്കിക്കൊണ്ട് നടക്കേണ്ടി വന്നത്. തന്ത ആരാണെന്നറിയാത്ത ഒരു മമ്മുഞ്ഞ് കാമഭ്രാന്തനം ഉണ്ടാക്കിയിട്ടത്. അവന്റെ തന്ത ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയത്തുപോലുമില്ല. ഷാനവാസ് പലവേല ഉമ്മയുടെ മുല തൂങ്ങിക്കിടക്കുന്നോ? അയ്യോ, എന്നാ പിന്നെ ഉമ്മയെ കൂറിയാക്കാൻ പറ്റില്ലല്ലോടാ. തുടുത്തന്മാരുടെ ഉള്ളവന്മാരെയല്ലേ കൂറിയാക്കാൻ വരത്തുള്ളൂ. ഉമ്മയുടെ മുല തൂങ്ങിക്കിടന്ന കൂറിയാക്കാൻ പറ്റില്ലല്ലോ. സാരമില്ല, വയസ്സായ കിളവന്മാർക്ക് ചപ്പാൻ കൊണ്ട് കൊടുത്താൽ മതി ഉമ്മയുടെ മുല എടുത്തോണ്ട് പോയിട്ട്. ഉസ്താദുമാർ വലപ്പുറത്തുണ്ടെങ്കിലേ വയസ്സായ ഉസ്താദുമാർക്ക് നിന്റെ ഉമ്മയുടെ മുല കൊണ്ട് കൊടുത്താൽ മതി. അത് മതി. തൽക്കാലം കൂറിയാക്കാനുള്ള മോഹമൊന്നും ഉമ്മയെ വെച്ചിരിക്കണ്ട കേട്ടാ. എന്റെ പൊന്നുമോനെ ചെല്ല്, ഓട് കേട്ടോ. ഉമ്മയുടെ മുല തൂങ്ങിക്കിടക്കുന്നെന്ന്. ഉമ്മയുടെ മുല തൂങ്ങിക്കിടക്കുമല്ലോ. 1-2 ഉസ്താദുമാരൊന്നും അല്ലല്ലോ. മുല കുടിച്ച് സഹോദരന്മാരെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയല്ലായിരുന്നു ഉമ്മ അത്രയും കാലം. ഒരു സ്ത്രീ 10 പ്രാവശ്യം മുല കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒരു മുലകുടി സഹോദരൻ. അങ്ങനെ ഉമ്മ മലപ്പുറത്തുള്ള എല്ലാരെയും കൂടി മുലകുടി സഹോദരൻ ആക്കി കഴിഞ്ഞാൽ പിന്നെ ഉമ്മാന്റെ മുല തൂങ്ങാതെ പിന്നെ എങ്ങനെ കിടക്കൂടാ? ഉമ്മ സ്റ്റഡിയായിട്ട് നിൽക്കുവോ? സിന്ധു മാത്യു, എടി കൂതറയ്ക്കുണ്ടായവളെ, നീ കൊതം കൊടുത്ത് ജീവിക്കുന്നതിന്റെ കഥ പറയാൻ എന്നോട് ഇങ്ങോട്ട് കയറി വരരുത്. പറഞ്ഞു മനസ്സിലായോ? നീ കൊതം കൊടുത്ത് ജീവിക്കുന്നുണ്ടെങ്കിൽ ആ ജീവിതവും നീയും രഹസ്യത്തിൽ വെച്ചേക്കണം. അല്ലാതെ കർത്താവ് വിളിച്ച് നിന്റെ കൊതം കാണണോ നീ പറഞ്ഞാൽ നടക്കുന്ന കാര്യമാണോ? എന്റെ അത്രയും സംസ്കാരം നിനക്ക് കാണത്തില്ല. കാരണം നിന്നോട് കൊതം ചോദിക്കുന്നവന് നീ കൊണ്ട് കൊതം കൊടുക്കും, നിന്നോട് ബൂറ് ചോദിക്കുന്നവന് നീ ബൂറ് കൊടുക്കും. അങ്ങനെ നിന്നോട് ചോദിക്കുന്നവന്മാർക്കല്ല നീ സാധനം കൊടുക്കുന്നത് കൊണ്ട് നീ മിണ്ടത്തില്ല, നീ ഭയങ്കര സംസ്കാരമുള്ളവളായിരിക്കും. പക്ഷെ എന്നോട് ചോദിക്കുന്നവന്മാരുടെ സാധനം ഞാൻ അരിഞ്ഞെടുക്കും, വെട്ടിയെറിയും, തിരിച്ചു കൊടുക്കേണ്ട രീതിയിൽ ഞാൻ കൊടുക്കും. മനസ്സിലായോ? അങ്ങനെ കൊടുത്തു കഴിയുമ്പോഴത്തേക്കും നിന്നെപ്പോലുള്ള അപരാധികൾക്ക് പിടിക്കത്തില്ല. കാരണം നീയൊക്കെ കൊടുക്കാൻ നിൽക്കുന്നവളുമാരാണല്ലോ. പക്ഷെ ഞാൻ അങ്ങനെയല്ല. മനസ്സിലായോ? എന്നെ സപ്പോർട്ട് ചെയ്തു പോലും. എന്നെ സപ്പോർട്ട് നീ അങ്ങനെ ചെയ്യണ്ട. നിന്റെ സപ്പോർട്ട് ഞാൻ കണ്ടു ഇന്നത്തെ കമന്റിനകത്ത്. പറഞ്ഞ മനസ്സിലായോ? നീ അൺഫോളോ ചെയ്ത് പോയിക്കോ. നീ ഒരു കൂതറ പോയതുകൊണ്ട് എനിക്ക് എന്നാ പ്രശ്നം ഉണ്ടാകുന്നത്? പിന്നെ നിന്റെ ഒരു ഫോളോവേഴ്സ് കണ്ടിട്ടാണ് ഞാനിപ്പോ ഇവിടെ കാത്തിരിക്കുന്നത്. സിന്ധു മാത്യു, നീ ഫോളോ ചെയ്ത നല്ല തന്തയ്ക്കും തള്ളയ്ക്കും ജനിച്ചവളാണ്, നീ നല്ല രീതിയിൽ ജീവിച്ചവളാണെങ്കിൽ നിന്നെ വന്ന് ഇതുപോലെ കൊതവും കൂറും കായും ഒക്കെ ചോദിക്കുന്നവനോട് നീ ഇങ്ങനെ ഇളിച്ചോണ്ട് കർത്താവ് ഇതെല്ലാം കാണുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ് തള്ളി മറക്കത്തില്ലായിരുന്നു. കൊടുക്കേണ്ട അടിഞ്ഞി കൊടുത്തേനെയായിരുന്നു. നീ കടന്നു കൊടുത്തിട്ട് നീ വന്നിട്ട് ഡയലോഗ് ഇട്ട് കഴിഞ്ഞാൽ എന്റെ കയ്യിൽ നിന്ന് കിട്ടും. എന്നാ ഓട്. നാക്കിന്റെ നീളം, എന്നെ സബ്സ്ക്രൈബ് ചെയ്തത് ഇത്രയും കാലം അറിയത്തില്ലായിരുന്നു എന്റെ നാക്കിന്റെ നീളം. എന്റെ നാക്ക് ആയുധമാണ്. ഈ സമയത്ത് എന്റെ നാക്ക് ആയുധമാണ്. യുദ്ധമാണെങ്കിൽ യുദ്ധത്തിന് എനിക്ക് പറ്റിയ ആയുധം നാക്കാണെങ്കിൽ ഞാനതെടുത്ത് ഉപയോഗിക്കും. AK-47 കിട്ടിയ AK-47 ഷാനവാസ് പലവേല എന്ന് പറയുന്നവനെ എന്റെ കൺമുമ്പിൽ കിട്ടിയെങ്കിൽ അവന്റെ സാധനം ഞാൻ വെടിവെച്ച് എന്ത് ചെയ്തേനെ? പീസാക്കി ഇട്ടേനെയായിരുന്നു. അല്ലെങ്കിൽ അവനെ നിലത്തിട്ട് എന്റെ ബൂട്ട് കൊണ്ട് അവന്റെ ചവിട്ടി ഞാൻ നെരിച്ചേനെയായിരുന്നു. ഈ പന്നലിന് എന്റെ കൺവെട്ടത്താ കിട്ടിയിരുന്നെങ്കിൽ. പക്ഷെ അതെന്റെ കൺവെട്ടത്തല്ലാതെ അവൻ നേരിട്ട് ഫേസ്ബുക്കിൽ കമന്റ് ബോക്സിലൂടെ ആയതുകൊണ്ടാണ് എന്റെ വായു കൊണ്ട് ഞാൻ കൊടുത്തോണ്ടിരിക്കുന്നത്. എന്റെ നാവിന്റെ ആയുധമേ എനിക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ, അത് വെച്ച് ഞാൻ കൊടുക്കുന്നുണ്ട്. പക്ഷെ നേരെ വണ്ണം അവൻ വന്നിരുന്നെങ്കിൽ അവന്റെ സാധനം ഉണ്ടല്ലോ ചരഞ്ഞിവിടെ കിടന്ന് എഴഞ്ഞു നടന്നേനെ അവന്റെ സാധനം, അവന്റെ അണ്ടി. അങ്ങനെ ഞാൻ തീർത്തേനെയായിരുന്നു ഷാനവാസ് പലവേല എന്ന് പറഞ്ഞ ചെറ്റയുടെ സാധനം. പറഞ്ഞ മനസ്സിലായോ? തൂങ്ങിക്കിടക്കുന്ന ഉമ്മേന്റെ മുല കച്ചവടം ചെയ്യാൻ ഇറങ്ങിയിരിക്കുന്ന കുഞ്ഞ് നാട്ടിലുള്ള മലപ്പുറത്തുള്ള സകല ഉസ്താദുമാർക്കും മുലകുടി സഹോദരന്മാരെ ഉമ്മ ഉണ്ടാക്കാൻ നിന്ന് കഴിഞ്ഞാൽ പിന്നെ മുല തൂങ്ങിക്കിടക്കാതെ ഉമ്മയുടെ മുളം ചാടിക്കിടക്കൂടാ കൂറിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. നാണം കെട്ട നാറി. മുസ്ലിയാർമാർക്ക് മുഴുവനും മലപ്പുറത്ത് ഉസ്താദുമാർക്ക് മുഴുവനും ഉമ്മ മുല കൊടുത്ത് തൂങ്ങിക്കിടക്കുന്നതിന്റെ കഥ പറയാൻ വന്നിരിക്കുക ഷാനവാസ് പലവേല ചെറ്റ.
സബ്സ്ക്രൈബ് അൺസബ്സ്ക്രൈബ് ചെയ്ത് പോകുന്നു, അൺഫോളോ ചെയ്യുന്നു. ഊളെ അൺഫോളോ ചെയ്തോ, എങ്ങനെ ചെയ്തോ പോയിക്കോ. നീയൊക്കെ അടികൊണ്ട് ചാകും ഉമ്മാരുടെ കയ്യിൽ നിന്ന്, ഈ ചെറ്റകളുടെ കടയിൽ നിന്ന്. മനസ്സിലായോ? ഈ ചെറ്റകളുടെ കയ്യിൽ നിന്ന് നീയൊക്കെ അടികൊണ്ട് ചാകുന്ന നാള് വിദൂരമല്ല. ഞാനിന്ന് പറയുമ്പോ നിങ്ങൾക്ക് എന്താ പോലെ എന്നെ പറഞ്ഞ തിരിച്ചു കൊടുക്കും ഞാൻ. എനിക്കിതൊന്നും നോക്കിക്കൊണ്ടിരിക്കേണ്ട കാര്യമൊന്നുമില്ല. മനസ്സിലായോ? എനിക്ക് ഈ കൂതറകൾ പറയുന്ന വായിലെടുക്കാനും മറ്റത് കൊടുക്കാനും കിടക്കുന്നവന്മാർ പറയുന്നൊന്നും കേട്ടിരിക്കേണ്ട കാര്യമൊന്നും എനിക്ക് വരുന്നില്ല. എന്നെ പറഞ്ഞാൽ നല്ല തിരിച്ച് ഞാൻ കൊടുക്കും. അത് വാങ്ങിക്കാൻ കപ്പാസിറ്റി ഉള്ളവന്മാരങ്ങ് പറഞ്ഞാൽ മതി. അത് പറയാൻ കേട്ടിരിക്കാൻ മനസ്സുണ്ടെങ്കിലും വന്നാൽ മതി നിങ്ങൾ ലൈവ് കാണാനായിട്ട്. കൂത്തികൾക്കിട്ട് ഇസ്രായേൽ താങ്ങൽ പറഞ്ഞപ്പോഴേ അവനെ ഇളക്കപ്പെരുപ്പ് തുടങ്ങിയതാ. ചെറ്റകള് കൂത്തികൾക്ക് ഇസ്രായേൽ കൊടുക്കുന്നത് കാണുമ്പോഴത്തേക്കും അത് കാണാനായിട്ട് ഒരു ഇളക്കപ്പെരുപ്പം. ഇസ്രായേൽ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് ദൈവം അങ്ങ് പേടിച്ചങ്ങ് ഓടുവാ. അയ്യോ മോളെ, ഇങ്ങനെയൊക്കെ പറയാൻ കൊള്ളാവോ മോളെ? എന്റെ കർത്താവുണ്ടല്ലോ, കിട്ടിയ വാക്കിന് ഇവന്മാർ എന്റെ കൈ കിട്ടിയാലുണ്ടല്ലോ കാലുകൊണ്ട് അവന്മാരുടെ സാധനം അരിച്ചു കലക്കാനുണ്ട്. ഏതവനെങ്കിലൊക്കെ കൈ കിട്ടും, കിട്ടാണ്ടൊന്നും ഇരിക്കത്തില്ല. മനസ്സിലായോ? മനസ്സിലായോ? നീയൊക്കെ എന്തായാലും ഇസ്രായേല് കൂത്തികൾക്ക് ഇട്ട് നല്ലതുപോലെ താങ്ങുന്നുണ്ട്. അവന്മാരുടെ എന്തുവാ ഇതൊക്കെ, അതിന്റെ പേരെന്തുവാ, എന്റെ പേര് മറന്നുപോയല്ലോ. ആ പെട്രോൾ പമ്പറുകളെല്ലാം തന്നെ അടിച്ച് കലക്കുക, തീ കൊണ്ട് ഇങ്ങനെ മൂടി ദഹിപ്പിക്കുവാ ഇസ്രായേല്. മധുരവിതരണം നടക്കുവാ സൗദിയില്, കൂത്തികൾക്കിട്ട് ഇസ്രായേൽ കൊടുക്കുന്നത് കൊണ്ട്. മനസ്സിലായോ? അങ്ങനെ ഇസ്രായേല് നല്ല വൃത്തിയാണം എടുത്തിട്ട് കാച്ചുന്നുണ്ട് ഇവന്മാരെയൊക്കെ. ഒന്നൊന്നായിട്ട് തീർക്കണം, ഒന്നൊന്നായിട്ട്. ഇനി അടുത്തത് ഇറാനെയും കൂടി തീർത്ത് കഴിയുമ്പോഴത്തേക്കും ഇനി ആരെ വെച്ച് കരയുവോ ആവോ. 53 രാജ്യങ്ങളുണ്ടല്ലോ, അത് വെച്ച് കരയാനായിരിക്കും. ഞങ്ങൾ അന്തിമ വിജയം തള്ളാകും. അടുത്ത കാവിലെ പറമ്പിലെ മത്സരവും വെച്ചായിട്ട് ഓർത്തിരുന്നായിരിക്കും ഇനി കരയാനായിട്ട്. അടുത്ത കാവിലെ മത്സരം ഓർത്തിട്ടാണോ അടുത്ത കരച്ചില്? അടുത്ത കാവിലെ മത്സരം വരുമ്പോഴത്തേക്കും നമുക്ക് കരയാം ബാക്കിയുള്ളത്. എന്തായാലും ഇനി കാവിലെ മത്സരം നടക്കാനായിട്ട് സ്ഥലം വല്ലതും ബാക്കി കാണുമോ എന്നുള്ളതാണ് സംശയം. കാവിലെ മത്സരം നടത്താനായിട്ട് സ്ഥലം വല്ലതും ബാക്കി കാണുമോ എന്നുള്ളതാണ് സംശയം. കുറെ ക്രിസ്ത്യാനികളങ്ങ് ഇറങ്ങിയിട്ടുണ്ട്, വിശുദ്ധ കുഞ്ഞാടുകള്. വേറൊരുത്തരം വന്നല്ലോ, അവന്റെ പേരെന്തുവാ, എന്തു രാമചന്ദ്രൻ, എന്നോ രാമചന്ദ്രൻ വന്നായിരുന്നല്ലോ. ഒരു മിനിറ്റ്. ഷാനവാസ് പലവേല ഉമ്മാന്റെ വായിൽ മൂത്രം ഒഴിച്ചു കൊടുക്കാനാണോ തോന്നുന്നേ? നീ ഉമ്മാന്റെ വായിൽ മൂത്രം ഒഴിച്ചു കൊടുക്കുകയോ തൂറി കൊടുക്കുകയോ ചെയ്യാനിപ്പോ എന്നെ? ഉമ്മാന്റെ വായിൽ നീ മൂത്രം ഒഴിച്ചു കൊടുക്കുകയോ തൂറിക്കൊടുക്കുകയോ ചെയ്തോ? അതിനിപ്പോ എന്നെ വല്ല കുഴപ്പമുണ്ടോ? ഷർഫുദ്ദീൻ കെ, നിന്റെ ഇസ്രായേലിലെ ജൂതന്മാർ ഇനി സമാധാനത്തോടെ ജീവിക്കില്ല, അനുഭവിക്കും. ചുറ്റിലും നിന്നും പണി വരും. ഇനി വരാൻ കിടക്കുന്നതേ ഉള്ളൂ. അടുത്ത കാവിലെ മത്സരത്തിന് പാട്ടുപാടാൻ വന്നിട്ടുണ്ട് ജഗതി. ഷർഫുദ്ദീൻ ജഗതി, നിന്റെ മോന്ത കാണുമ്പോ, ഷാനവാസ് പലവരുടെ മോന്ത കാണുമ്പോഴത്തേ തീട്ടന്മാര് നിന്റെ അണ്ണാക്കിനകത്തോട് തിരികെ കയറ്റി തരാനാടാ തോന്നുന്ന ചേറ്റേ.
മനസ്സിലായോ? ഉമ്മാനെ കൂട്ടിക്കൊടുത്ത് ജീവിക്കുന്ന നിന്നെ കാണുമ്പോഴുണ്ടല്ലോ നിന്റെ അണ്ണാക്കിനകത്തോട്ട് തീട്ടം വാരി തിരികെ തരാനാ തോന്നുന്നത്. മനസ്സിലായോ? എല്ലാവരും കൂട്ടത്തോടു കൂടി നിന്റെ അണ്ണാക്കിനകത്തോട് തീട്ടം തൂർത്തെന്നാ എങ്ങനെ ഇരിക്കുന്നറിയാമോ? ഓട് ഓട് ഓട്. കൂടുതൽ തീട്ടം നീ തിന്നാൻ നിന്ന് കഴിഞ്ഞാൽ ശരിയാകത്തില്ല. കുണ്ടൻ ഇറങ്ങിയിരിക്കുന്നു അമ്മയെ കൊടുത്ത് ജീവിക്കാനായിട്ട്. അമ്മയുടെ ഗോതം വിറ്റ് ജീവിക്കുന്ന ഷാനവാസ് വലവേല കുണ്ടൻ. നിന്റെ ആമിനത്താത്തയില്ലേ, അവളുടെ വായിൽ കൊണ്ട് തൂറിക്കൊട്. നിന്റെ ആമിനത്താത്ത ഇവളെന്ന് പറയുന്നവള്. കാരണം എന്നെ കാമം പിടിച്ച് നേരെ പോയത് എങ്ങോട്ടാണെന്നറിയാമോ? അമ്മായിയപ്പന്റെ ഉണ്ണ ചപ്പാൻ വേണ്ടി പോയതാ. അങ്ങനെ ഉണ്ടാക്കിയെടുത്തൊരു സാധനമാ നിന്റെ മമ്മദ് കാമഭ്രാന്തൻ എന്ന് പറയുന്നവനെ, ഷാനവാസ് വലവേലെ. അതുകൊണ്ട് ആമിനത്താത്തയുടെ വായിലോട്ട് നീ ദൂറിക്കൊണ്ട് കൊടുക്കുന്നതായിരിക്കും നല്ലത്. മനസ്സിലായോ? അവളാവുമ്പോഴത്തേക്കും നിന്റെ ആമിനത്താത്തയാവുമ്പോഴത്തേക്കും പറ്റും. ആ പറവടിക്കുണ്ടായവള്, ആമിനത്താത്ത എന്ന് പറയുന്നവള്, കൊതം കൊടുത്ത് ജീവിച്ച ആ പറവടിക്കുണ്ടായവള് ജനിപ്പിച്ചിട്ടൊരു സന്താനമാണല്ലോ നിന്നെപ്പോലുള്ള കാട്ടുകഴുതകൾ ഉണ്ടാക്കിയിട്ടത്. ആമിനത്താത്ത എന്ന് പറഞ്ഞ പറവടിക്കുണ്ടായവള് ജനിപ്പിച്ചിട്ട സാധനമാണല്ലോടെ ഷാനവാസ് പലവേലയും നിന്നെപ്പോലുള്ള കാട്ടുകഴുതി ഉണ്ടാക്കിയിട്ടത്. അപ്പോൾ ആമിനത്താത്ത പറവടിക്കുണ്ടായവളുടെ വായിലോട്ടാണ് നീ ഇതൊക്കെ തിരികെ വെച്ച് കൊടുക്കേണ്ടത്. പറഞ്ഞു മനസ്സിലായോ? മനസ്സിലായോ? അതുപോലെ ആയിഷ, നിന്റെ ആയിഷ ഉമ്മയില്ലേ, അവളുടെ അണ്ണാക്കിനകത്തോട്ട് നിന്റെ കുണ്ണയെടുത്തങ്ങ് തിരികെ കൊടുക്കും. ചെല്ല്, ഇവിടെ നിന്ന് സമയം കളയാതെ. അവളുമാർക്ക് രണ്ടുപേർക്കും ആകുമ്പോഴത്തേക്ക് ചേരും. കാരണം സഫാന്റെ ഒക്കെ എടുത്ത് നല്ല പരിചയമുണ്ട് ആമിനത്താത്തയ്ക്ക്. മനസ്സിലായോ? സഫാന്റെ ഒക്കെ എടുത്ത് നല്ല പരിചയമുണ്ട് ആമിനത്താത്തയ്ക്ക്, നമ്മുടെ ആയിഷയ്ക്ക്. പിന്നെ ആമിനത്താത്തയ്ക്ക് പിന്നെ പറയണ്ട, അബ്ദുള്ളയുടെയാ. അബ്ദുള്ള അല്ലല്ലോ, മുത്തലിബിന്റെ സാധനം എടുത്ത് നല്ല പരിചയമുണ്ട്. അങ്ങനെയൊക്കെ പരിചയമുള്ള പരിചയം ഇങ്ങോട്ട് വന്ന് വിളമ്പരുത് നീ. മനസ്സിലായോ? അങ്ങനെ വിളമ്പിയ ചിലപ്പം തള്ളാകും മമ്മദ് കാമഭ്രാന്തനും നിന്റെ ഉമ്മയൊക്കെ ഒരുമിച്ച് ഏറിക്കയറും. എല്ലാരെയും കൂടി ഏറി കയറ്റാനാണ് നീ പ്ലാൻ ചെയ്ത് ഇങ്ങോട്ട് വന്നെങ്കിൽ ഞാൻ ഏറി കയറ്റിയും തരാം. നിനക്ക് അത്രയ്ക്ക് സൂക്കേടാണ്. നീ അത് കണ്ടിട്ടാണ് നിന്റെ മമ്മദ് നിന്റെ തള്ളാന്റെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നതേ നിനക്ക് 72 കൂറി കിട്ടത്തില്ലെന്നാ. ചുമ്മായിരിക്കുന്ന നിങ്ങൾ യഹൂദനെയും ക്രിസ്ത്യാനികളെയും കയറി ചൊറിയാൻ പോകരുത്. അങ്ങനെ നിങ്ങൾ ചൊറിയാൻ പോയി കഴിഞ്ഞാൽ അവർ എന്നെ തള്ളാഹുവിനെ ഏറിൽ കയറ്റുമെന്ന് ആയത്തുണ്ടടാ. നിങ്ങളോട് പ്രത്യേകിച്ചും തള്ളാഹു കരഞ്ഞു പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാ. ചുമ്മാ ഇരിക്കുന്നവരെ ചൊറിയാൻ പോകരുത്. പോയിക്കഴിഞ്ഞാൽ അവർ തള്ളാനെയും മമ്മദ് കുഞ്ഞിനെയും ഏറി കയറ്റും. അവർ വളരെ മോശമായ രീതിയിൽ അവർ എന്ത് ചെയ്യും, എനിക്കെതിരെ സംസാരിക്കൂന്ന. നീ തള്ളാഹു പോലും കേണപേക്ഷിച്ച് കരഞ്ഞിട്ട് പോലും നിനക്കൊക്കെ തള്ളാനെ ഏറി കയറ്റാതെ ഉറക്കം വരത്തില്ലെന്നുണ്ടെങ്കിൽ കഷ്ടമായി പോയി. മനസ്സിലായോ? ഇസ്രായേലിന്റെ ജൂതന്മാരെ പറയാൻ വേണ്ടി ഇറങ്ങിയിരിക്കുക. കോയ ഒന്ന് പോയി മാറി നിന്ന് കര കോയ. അടുത്ത കാവല ഉത്സവം വരെയെങ്കിലും നിനക്ക് കരയാൻ അവസരമുണ്ട്. പോയിരുന്ന് കര. ഷർഫുദ്ദീന് ഷർഫുദ്ദീനയുടെ കരച്ചിൽ നോക്കിക്കൊണ്ട് അങ്ങ് മാറി ഇന്ന് കരയാൻ പോവുകയോ ഷർഫുദ്ദീന്. ചെറ്റയ്ക്കുണ്ടായവൻ ഇസ്രായേൽ കൂത്തികൾക്കിട്ട് കൊടുക്കുമ്പോഴത്തേക്ക് നാട്ടിലുള്ള കുറെ കൂത്തിച്ചികൾക്കാണ് കുറച്ച് കടി കൂടുതൽ. ഇസ്രായേലിന്റെ കയ്യിൽ നിന്ന് അടികൊണ്ട് ചാകാൻ വേണ്ടി നടക്കുന്ന ജന്മങ്ങള്, നാണം കെട്ടവന്മാരെ. ഇങ്ങനെ എന്തിനാ അടികൊണ്ട് ചാകുന്ന നാണം കെട്ടവന്മാരെ? സ്വന്തം മതത്തെ അപമാനിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന മരകൂളകള്. ഇങ്ങനെ സ്വന്തം മതത്തെ അപമാനിക്കാൻ ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന മരകൂളകളെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അതെ, അവന്റെ ഉമ്മാന്റെ വായി ആർപ്പിക്കിട്ട് കഴുകണം. കാരണം ഇപ്പം എല്ലാവരും എന്റെ ഉമ്മയുടെ വായിലൂടെ മൂത്രമൊഴിച്ചു കൊടുത്തിരിക്കുകയല്ലേ. കുറെ ക്രിസ്ത്യാനികൾ ഇറങ്ങിയിട്ടുണ്ട്, ഭയങ്കര ഭക്തവത്സരന്മാര്. ദയവ് ചെയ്ത് ഭയങ്കര ഭക്തന്മാരായിരിക്കുന്ന ക്രിസ്ത്യാനികളും ഹിന്ദുക്കളുമേ, നിങ്ങൾക്ക് ഞാൻ പറയുന്നത് മനസ്സിലാകുന്നില്ലെങ്കിൽ, ഞാൻ കൊടുക്കുന്നത് നിങ്ങൾക്ക് ഭയങ്കര അപരാധമാണെങ്കിൽ, ഭയങ്കര നല്ലത് മാത്രം കാണുന്ന കുഞ്ഞുങ്ങളെ, ഞാനിത് പറയുമ്പോൾ കണ്ട്
എന്തോ പോലെ തോന്നുന്നവരെല്ലാം അപ്പുറത്ത് മാറിയിരുന്ന റീൽസും ഇൻസ്റ്റാഗ്രാമിലും ഉടുതുണിയില്ലാതെ ആടിക്കൊണ്ടിരിക്കുന്നത് കണ്ട് രസിക്കും. അതാണ് നമ്മുടെ സമൂഹത്തിന്റെ മാന്യത എന്ന് പറയുന്നത്. സംസ്കാരമുള്ള ജനതയുടെ വീട്ടില് TV ഓൺ ചെയ്ത് വെച്ചിരിക്കും. കൊച്ചു കൊച്ചു പിള്ളേരുണ്ടെങ്കിലും ഉടുതുണിയില്ലാതെ വാ കാവാലയാ എന്ന് പറഞ്ഞ ഡാൻസ് കളിച്ചാലും അമ്മയും മോളും കുഞ്ഞും ഇരുന്നങ്ങ് രസിക്കും. അതൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും. റീന ഇത് പറയുന്നത് കേൾക്കുമ്പോൾ മാത്രമേ ഉള്ളൂ പേടി. പ്രതിരോധിച്ച് നിൽക്കുന്ന സമയത്ത് ഞാൻ കൊടുക്കുന്ന മറുപടികൾ കേൾക്കുമ്പോൾ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് പേടി. ഷാനവാസ് പലവേലെ 1 മണിക്കൂർ നിന്റെ ഉമ്മേനെ എന്റെ കയ്യിൽ കിട്ടിയാൽ അവന്റെ ഉമ്മയുടെ തടി നീ എന്ത് ചെയ്യൂന്ന്? 1 മണിക്കൂർ എടാ 1 സെക്കൻഡ് നിന്നെ കിട്ടിയാൽ മതി. നിന്റെ സാധനമല്ല മുറിയണ്ടിയില്ലേ, അതിനെ അരച്ച് ഞാൻ എന്ത് ചെയ്യും? അതിനെ എന്ത് ചെയ്യും? മിക്സിയിലിട്ട് അടിച്ച് ജ്യൂസാക്കി നിന്റെ ഉമ്മാക്കി എന്നെ കൊടുക്കും. നിന്നെ ഉണ്ടാക്കിയിട്ടതിന് 1 മിനിറ്റ് എന്നെ കിട്ടിയാൽ മതി. എനിക്ക് നിന്റെ കയ്യിൽ 1 മിനിറ്റ്. മനസ്സിലായോ? നീ 1 മണിക്കൂർ വരെ വെയിറ്റ് ചെയ്യണ്ട കേട്ടോ. നീ 1 മണിക്കൂർ വരെ ഒന്നും വെയിറ്റ് ചെയ്യേണ്ട കാര്യം വരുന്നില്ല. 1 മിനിറ്റ് തന്നെ കിട്ടിയാൽ മതി. പിന്നെ ഒട്ടകത്തിൽ കിടന്ന് ഗുണ്ടനടി കാണിച്ച് മമ്മദ് കാമഭ്രാന്തന്റെ മോൻ ഇറങ്ങിയിട്ടുണ്ട്. പോടാ ആടിന്റെ കൂടെയും ഒട്ടകത്തിന്റെയും കൂടെ കിടന്നുറങ്ങുന്നവന്മാരെ ഓട് കണ്ടാൻ വഴിക്ക് ചെല്ല്. 1 സെക്കൻഡ് കൊണ്ട് നിന്റെ മുറി വണ്ടി വെട്ടിയെടുക്കും. അപ്പോഴേക്കും നീ 1 മണിക്കൂർ കാത്തില്ല. നിന്റെ ചുന്ന വെട്ടാനായിട്ട് സുന്നത്ത് ചെയ്യാനായിട്ട് എത്ര മണിക്കൂർ എടുത്തടാ? ആ സമയം പോലും വേണ്ട. നിന്റെ മുറിയണ്ടി മൊത്തത്തിൽ വെട്ടിയെടുത്ത് നിന്റെ ഉമ്മാന് ജ്യൂസ് അടിച്ചു കൊടുക്കാനായിട്ട്. കേട്ടോ ചെല്ല്. 1 മണിക്കൂർ കാത്തിരിക്കുക. നീ വരുന്ന 1 മണിക്കൂർ ഇങ്ങോട്ട് എടാടാ ഞാൻ വേണ്ടടാ. കേരളത്തിലുള്ള അന്തസ്സായിട്ടുള്ള നല്ല പെൺകരുത്തുള്ള പെണ്ണുങ്ങളുണ്ട്. നിന്നെപ്പോൾ മൂത്തവന്മാരുടെ അണ്ടി വെട്ടി കയ്യിൽ തരാനായിട്ടുള്ള. മനസ്സിലായോ? സിന്ധു മാത്യു, നീ എന്താ കരയാൻ വന്നിരിക്കുവാണോ? സഹോദരി, ഞാൻ എന്താണ് പറഞ്ഞത് എന്ന് നിങ്ങൾക്കറിയാമോ? ഞാൻ ഇവളെ തെരുവിളിക്കുന്നവരെ തീവ്രവാദികളായിട്ട് തന്നെയാണ് കാണുന്നത്. അവർക്ക് നമ്മൾ സപ്പോർട്ടല്ലാതെ ഇതിലെ കമന്റ് കണ്ടിട്ടാണ് ഞാൻ അങ്ങനെ കർത്താവിനെ വിളിച്ചു പോയത്. ഇതിലെ കമന്റ് കണ്ടിട്ട് നീ കർത്താവിനെ വിളിക്കേണ്ട കാര്യം എന്തിരിക്കുന്നു? അല്ല, അറിയാണ്ട് ഞാൻ ചോദിക്കുക. ഇതിലെ കമന്റ് കണ്ടിട്ട് നീ കർത്താവിനെ വിളിക്കേണ്ട കാര്യം എന്തിരിക്കുന്നു? നീ അത്രയ്ക്കും പതിവ്രതയോ ഇതിലെ കമന്റ് കണ്ട് കർത്താവിനെ വിളിക്കാനായിട്ട്? ഒരാക്കിക്കൊണ്ടൊരു കമന്റ് ഇട്ട് നീ തള്ളി മറിച്ചിട്ട് നീ വലിയ മാന്യത കളിക്കാൻ വേണ്ടി ഇങ്ങോട്ട് വരുന്നേ? കർത്താവ് ഇതൊക്കെ കാണുന്നുണ്ടല്ലോ. പിന്നെ കർത്താവ് ഇതൊന്നും കണ്ടോണ്ടിരിക്കുവല്ല. കർത്താവ് ഇവിടെ നടക്കുന്ന സകലതും കണ്ടോണ്ട് തന്നെയാ ഇരിക്കുന്നത്. പിന്നെ നീ കർത്താവിനെ ആക്കാൻ പോയാലുണ്ടല്ലോ, നിന്റെ ഒണ്ണാക്കിനകത്തോട് നീ സംസാരിക്കുന്നതൊക്കെ കൊള്ളാം. നീ ദൈവത്തെ കൂട്ടുപിടിച്ചിട്ടുള്ള സംസാരം നടത്താം. നിന്റെയൊക്കെ കളിപ്പാവകളെന്നല്ല, നിനക്ക് ബുദ്ധിയും ബോധവും തന്നിട്ടുണ്ട്. നിന്റെ പൂവും കായും ചോദിക്കുന്നവന് തിരിച്ചു കൊടുക്കാനുള്ളത് എന്റെ നിനക്കാ തന്നിരിക്കുന്നത്. അല്ല, നീ കടന്നു കൊടുക്കും എന്നിട്ട് മാറി നിന്ന് കർത്താവെ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ടൊന്നും കാര്യമില്ല. എന്തുണ്ടെങ്കിലും കർത്താവിനെ അങ്ങ് കൂട്ടുപിടിക്കുക. ബുദ്ധിയും ബോധവും ഒക്കെ നിനക്കൊക്കെ തന്നിട്ടില്ലേ ദൈവം? നിന്നോട് മാനം ചോദിക്കുന്നവനും നിന്നോട് ആഭാസത്തരം പറയുന്നവനും നീയൊക്കെ അടി മറുപടി കൊടുക്കേണ്ട ചെറ്റകളെ. അല്ല, നീയൊക്കെ മാറി നിന്നിട്ട് ചിരിച്ച് കുണഞ്ഞിട്ട് അല്ലെങ്കിൽ കണ്ടിട്ടും കാണാതെ പോയിട്ട് അപ്പുറത്ത് മാറി നിന്നിട്ട് എന്തെങ്കിലുമൊക്കെ സംഭവിച്ച് കഴിയുമ്പോഴത്തേക്കും കർത്താവേ ഇതൊക്കെ കാണുന്നുണ്ടല്ലോ കർത്താവേ, ഞങ്ങളെ രക്ഷിക്കണേ കർത്താവേ. കർത്താവിന് വല്ലതും കൂട്ടുപിടിച്ച് വല്ലതും സംസാരിക്കാൻ വന്നു കഴിഞ്ഞാ നിന്റെ കളിത്തമാശയ്ക്കുള്ള ആളൊന്നും അല്ല കർത്താവ്. പറഞ്ഞ മനസ്സിലായോ? നിന്റെയൊക്കെ കളിതമാശയ്ക്കുള്ള ആളാണോ കർത്താവ്? സീരിയസ് ആയിട്ട് ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കും. ഇവിടെ സീരിയസ് ആയിട്ടാണ് സംസാരിക്കുന്നത്. ഇവിടെ നടക്കുന്ന യുദ്ധം കളിതമാശയ്ക്കുള്ള യുദ്ധമല്ല. ഇവിടെ ഒരു രാജ്യത്തിനോട് നടക്കുന്ന നീച പ്രവൃത്തിയും ഒരു രാജ്യത്തിനോട് മത തീവ്രവാദികൾ നടത്തുന്ന മതപോരാട്ടമാണിത്. അല്ലാതെ ഇത് കേവലം രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധമല്ല. ഇത് മമ്മദ് കാമഭ്രാന്തൻ എന്ന് പറയുന്നവനും തൂറാൻ എന്ന് പറയുന്ന പുസ്തകവും എഴുതി കൊടുത്ത സാത്താനും ദൈവവും തമ്മിലുള്ള യുദ്ധമാണ്. ഈ യുദ്ധത്തിനകത്ത് പലതരത്തിൽ യുദ്ധം മാറും. അതിന്റെ ഒരു ഭാഗമായിട്ടാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത്.
അതൊക്കെ മനസ്സിലാക്കാനുള്ള ബുദ്ധിയും ബോധവും ഉള്ളവർ മാത്രം എൻ്റെ പേജ് ഫോളോ ചെയ്താൽ മതി. ഇല്ല ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് ഭയങ്കര എന്തോ ഒക്കെ തോന്നുന്നുണ്ടെങ്കിൽ പോയിരുന്ന് മാറി ഇന്ന് വീട്ടിൽ പോയിരുന്ന് TV ഓണാക്കി കൊച്ചു പിള്ളേരെയും വെച്ചുകൊണ്ട് കാവാലയും ഉരിഞ്ഞിട്ട് ആടുന്നതൊക്കെ കാണിച്ചു കൊടുക്കും ചെല്ല്. അതൊക്കെ കാണുമ്പോൾ ഒരു കുഴൂസലും ഇല്ല. ഇന്ന് ഇൻസ്റ്റാഗ്രാം തുറന്നാലും ഫേസ്ബുക്ക് തുറന്നാലും യൂട്യൂബ് തുറന്നാലും റീൽസ് എന്നുള്ള പേരിൽ അഴിഞ്ഞാട്ടങ്ങൾ നടക്കുകയാണ്. അതൊന്നും കുഴപ്പമില്ല, അതൊന്നല്ലത്. മാനം ചോദിക്കാൻ വരുന്നവന്മാർക്ക് തിരിച്ചു മറുപടി കൊടുത്താൽ മാത്രം എന്തോ പോലെ ഇവിടുത്തെ ആക്കിയുള്ള ഇത് മാനം ചോദിക്കാൻ വരുന്നവന്മാരോട് മാത്രം എന്നിട്ട് ഡയലോഗ് ഇട്ട് തള്ളിമറിക്കുക, വെളുപ്പിക്കാൻ ഇറങ്ങിയിരിക്കുക. ഞാൻ എനിക്ക് സപ്പോർട്ട് നിൽക്കണ്ട. എനിക്കറിയാം ഒറ്റയ്ക്ക് നിന്ന് പോരാടാനായിട്ട്. നിങ്ങൾ ആരും എനിക്ക് സപ്പോർട്ട് നിൽക്കണ്ട. കർത്താവിനെ കൂട്ടുപിടിച്ചുള്ള കളിയും തമാശയൊന്നും ഇതിനകത്ത് വേണ്ട. ഇത് സീരിയസ് ആയിട്ട് നടക്കുന്ന കാര്യങ്ങളാണ്. എല്ലാവന്മാർക്ക് തമാശ പറയാൻ പറ്റുന്ന ഒരാള് കർത്താവ് ഇതൊക്കെ കാണുന്നുണ്ടല്ലോ അവർക്കൊരു ആക്കീര്. കർത്താവ് ഇതൊക്കെ കാണുന്നുണ്ട്. കാരണം ഇവിടെ നടക്കുന്ന തോന്നിവാസങ്ങളും പിന്നെ കർത്താവ് കാണാതെ പിന്നെ വേറെ വല്ലതും കണ്ടോണ്ടിരിക്കുവാണോ? കർത്താവ് ഇതൊക്കെ കാണുന്നുണ്ടല്ലോ എന്ന് ചോദിക്കാനായിട്ട് കമന്റ് ബോക്സിൽ ഇത് കണ്ടിട്ട് ചിരിക്കുവാ പോലും, ചിരിച്ചു മറിയുക പോലെന്ന്. സീരിയസ് ആയിട്ട് കാര്യങ്ങൾ പറയുമ്പോൾ സീരിയസ് ആയിട്ട് മനസ്സിലാക്ക്. നിങ്ങൾക്ക് ഞാൻ പറയുന്നത് ഇഷ്ടപ്പെടുന്നില്ലയോ? ബൈ ബൈ, സ്ഥലം കാലിയാക്കി പോയിക്കോ. കാരണം ഈ പോരാട്ടം ഇത് ഞാൻ അവസാനിപ്പിക്കാൻ പോണില്ല. ഇത് സത്യത്തിനും അനീതിക്കും എതിരെ നടക്കുന്ന യുദ്ധമാണ്. ഇസ്രായേൽ എന്ന് പറയുന്ന സത്യത്തിനോടൊപ്പം ഞാൻ നിൽക്കുന്നിടത്തോളം സാത്താൻ കുഞ്ഞുങ്ങൾ എനിക്ക് എതിരെ വരുന്ന ആയുധം സോഷ്യൽ മീഡിയ. ആ സോഷ്യൽ മീഡിയയിൽ എന്നെ എത്രത്തോളം വൃത്തികേടും ആഭാസവും പറഞ്ഞ അവന്മാർക്ക് മറമാദിക്കാൻ പറ്റുമോ അത്രത്തോളം മറമാദിക്കും. പക്ഷെ അത് എന്റെ പേജിൽ വന്ന് എന്നെ തന്നെ മുഖത്ത് നോക്കി വിളിക്കാൻ നിന്നു കഴിഞ്ഞാൽ കാലേ വാരി ഞാൻ അടിക്കും. അവന്റെയൊക്കെ തള്ളാന്റെ പേജിൽ പോയി കിടന്നോ, ഉസ്താദ് ഉണ്ടാക്കി വെച്ച പേജിൽ പോയി ഇരുന്നിട്ടോ, എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, അവിടെയൊന്നും പ്രശ്നമില്ല. മനസ്സിലായോ? പക്ഷെ എന്റെ പേജിൽ കയറി വന്നിട്ട് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്നെ മുഖത്ത് നോക്കി വിളിക്കാൻ ഒരുത്തിന് തന്റെ ഇടത്ത് തോന്നുന്നുണ്ടെങ്കിലുണ്ടല്ലോ അവന്റെ സാധനം വെട്ടിയരിഞ്ഞ് എടുക്കുന്ന രീതിയിൽ ഞാൻ സംസാരിക്കും. എനിക്ക് സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ എന്നെ നാവല്ലേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഈ നാവിനെ ആയുധമാക്കേണ്ട സമയത്ത് ഞാൻ ആയുധമാക്കും. മനസ്സിലായോ? നിങ്ങള് നാവിനെ കഴിക്കാൻ ഉപയോഗിക്കുന്ന നേരത്ത് നിങ്ങൾ കഴിക്കും. ഒരു കവർ പൊട്ടിക്കുന്ന സമയത്ത് നിങ്ങൾ കടിച്ചു പൊട്ടിക്കും. ഓരോ കാര്യങ്ങൾക്കും ഓരോ രീതിയിലാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ എന്നെ കമന്റ് ബോക്സിലൂടെ ആഭാസം പറയാൻ വരുന്നവന്മാർക്ക് തിരിച്ചു മറുപടി കൊടുക്കാൻ എനിക്ക് ഈ നാവേ പറ്റൂ. അല്ലാതെ എനിക്കൊരു നാവിരിക്കുമ്പോൾ അതിനെ കണ്ണാക്കിനകത്തോട് തിരികെ കയറ്റി വെച്ചിട്ട് ഞാൻ മിണ്ടായിരിക്കേണ്ട കാര്യം വരുന്നില്ലല്ലോ. ഷർഫുദ്ദീനെ ഒന്ന് കണ്ണുനീര് തുടച്ചിട്ട് പറ. ഷർഫുദ്ദീനെ ബേസിൽ വെച്ച് സത്യം മോനെ അവന്റെ കണ്ണുനീര് തുടച്ചിട്ട് ഇതൊക്കെ പറയും. ഹമാസും ഹിസ്ബുള്ളയും തിരിച്ചു വരുമെന്ന്. ഇപ്പൊ തമ്മിലടി ആരാണ് എന്തുവാ നേതാവാകണമെന്നുള്ളതിനെ കുറിച്ച് തമ്മിലടി നടക്കുക. എല്ലാവരും പറയും എനിക്ക് നേതാവാകണ്ട, എനിക്ക് അന്ന് ഷർഫുദ്ദീൻ പോയിക്കോ നേതാവായിട്ട്. ഹമാസിന് നേതാവില്ലാതിരിക്കുക. ഹിസ്ബുള്ളയ്ക്കും ഹമാസിനും പോകുന്നുണ്ടോ ഷർഫുദ്ദീനെ? ചുമ്മാ ദൈവത്തിന്റെ നാമം എടുത്തോണ്ട് ഇറങ്ങി നടക്കുക. ഇതൊക്കെ പുള്ളകളിയാ. എടാ നിന്റെ കൊച്ചിനെ നിനക്ക് തന്നിരിക്കുന്ന നീ സംരക്ഷിക്കാനാ. ഇസ്രായേലിൽ കയറി ഈ ചെറ്റകൾ കാണിച്ചു പോയ ആവാസത്തരവും വൃത്തികേടിനും ഇന്നും കേരള സമൂഹം അതിനെ പോരാട്ടം എന്ന് വീരം മുഴക്കിയ നാടാണ്. ആ നാട്ടിലാണ് നിങ്ങൾ താമസിക്കുന്നത്. അതിന്റെ അർത്ഥം എന്താ? മതത്തിനു വേണ്ടി കുഞ്ഞുങ്ങളെയും പെണ്ണുങ്ങളെയും ബലാത്സംഗം ചെയ്യുന്നത് തെറ്റില്ല എന്ന് പഠിപ്പിക്കുന്ന നാട്ടിലാണ് നിങ്ങൾ താമസിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ തന്നെ പ്രൊട്ടക്ട് ചെയ്യണം. നിങ്ങൾക്ക് നിങ്ങൾ തന്നെ എന്ത് ചെയ്യണം? തിരിച്ച് പ്രതികരിക്കാൻ പഠിച്ചിരിക്കണം. അല്ലെങ്കിൽ നിങ്ങളുടെ നാട്ടിൽ നാളൊരു കാലത്ത് നിങ്ങൾക്കും ജീവിക്കാൻ പറ്റില്ല. അതിന് പ്രതികരണം പഠിച്ചിരിക്കണം. തിരിച്ചു പറയാനുള്ള ചങ്കൂറ്റം വേണം. ഈ തിരിച്ചു പറയുന്ന ചങ്കൂറ്റത്തെ കാണുമ്പോൾ മാത്രം എന്തോ പോലെ അയ്യോ 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 എന്ന് പറയുകയും ബാക്കിയുള്ളതെല്ലാം അതൊക്കെ നല്ലത്. സിന്ധു മാത്യു പൊടി ഊളക്കുണ്ടായവളെ
നിനക്ക് കൂടുതൽ കടിയാണെങ്കിൽ ഒരു മുള്ളുമുരിക്കയിൽ കയറിയിട്ട് 2 പ്രാവശ്യം മേളിലോട്ടും താഴോട്ടും ഇറങ്ങിക്കോ. സിന്ധു മാത്യു, നിനക്ക് കൂടുതൽ കടിയും ചൊറിച്ചിലും ആണെങ്കിൽ, നിനക്ക് അത്രയ്ക്കും കടി ഇളകി നിൽക്കുവാണെങ്കിൽ നീ മുള്ളുമുരിക്കയിൽ കയറിയിട്ട് താഴോട്ടും മേലോട്ടും 2 നേരം മേളിലോട്ടും താഴോട്ടും ചാടി ഇറങ്ങിക്കോ. അതോടുകൂടി നിന്റെ കടി തീരും. മനസ്സിലായോ? നിനക്ക് ചൊറിച്ചിലും തീരും. അല്ല, നീ കൂടുതൽ നേരം ഇതിനകത്ത് ചൊറിയാൻ നിന്ന് കഴിഞ്ഞാൽ എല്ലാവരും കൂടി ചേർന്ന് നിനക്ക് ചൊറിഞ്ഞു തന്നു വിടും. പിന്നെ നീ തുണ്ടെ കാണും, തുണിയെ കാണും, ഓടുമ്പോൾ മണിയെ കാണും എന്ന് പറഞ്ഞ കണക്ക് നീ ഓടേണ്ടി വരും. അതുകൊണ്ട് നീ ചെല്ല്, കൂടുതൽ നേരം ഇതിനകത്ത് നിൽക്കാതെ. നീ കൂടുതൽ നേരം ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നീ കരയും ഒരുപാട്. വിവരം കേട്ടവളെ. സീരിയസ് ആയിട്ട് കാര്യം പറയുമ്പോൾ അവിടെ കൊല്ലം കുത്തലുമായിട്ട് ഇറങ്ങി വന്നിട്ട് അടിയും മേടിച്ചിട്ട് മാറി നിന്നിട്ടങ്ങ് മോങ്ങിയിട്ട് അയ്യോ എന്നെ അടിച്ചേ ഓടിയായോ എന്ന് പറഞ്ഞങ്ങ് മോങ്ങാനിരിക്കുക. നീ കൂടുതൽ മോങ്ങാൻ ഇവിടെ ഇരിക്കുക. അതോട് എനിക്ക് ഫോളോ ചെയ്തുകൊണ്ടിരുന്ന ആളാണെന്ന് അൺഫോളോ ചെയ്യാണെന്ന്. പിന്നെ അൺഫോളോ ചെയ്യുന്ന എന്തിനായിട്ട് നീ തൂങ്ങിപ്പിടിച്ചതിനകത്ത് കിടക്കുന്നത്? നേരത്തെ അൺഫോളോ ചെയ്യുന്നവന് കമന്റിട്ട് പോയതല്ലേ, പിന്നെ എന്തിനാ നീ അതിനകത്ത് തൂങ്ങി കിടക്കുന്നേ? ഒരു മിനിറ്റ്. നീ പോരാടിയിട്ടാണല്ലോ ഗാസ ഇസ്രായേൽ തകർത്തത്, സിന്ധു മാത്യു. അതുകൊണ്ടാണ് നിന്റെ കൊതം കീറി കിടക്കുന്നത്. മനസ്സിലായോ സിന്ധു മാത്യു? ഗാസ ഇസ്രായേൽ തകർത്തത് കൊണ്ടാണ് നിന്റെ കൊതം, സുഡാപ്പികളെല്ലാം കൂടി ചേർന്ന് നിന്റെ കൊതം കീറിയിട്ടിരിക്കുന്നത്. നിന്റെ കൊതത്തിലൂടെ ഇപ്പൊ 2 കിലോയും 3 കിലോ ഒക്കെ സ്വർണം കടത്തിക്കൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഗാസ ഇസ്രായേലിനെ തീർത്തതുകൊണ്ടാ, പൂർണ്ണമായിട്ടും തീർത്തതുകൊണ്ടാ. പറഞ്ഞ മനസ്സിലായോ? ഇപ്പൊ എന്ത് വേണം? ഇപ്പൊ എന്ത് വേണം നിനക്ക്? അയ്യോ, ഇങ്ങനെ കരയാതെ സിന്ധു മാത്യേ, ഇങ്ങനെ കരയാതെ കുഞ്ഞേ. നീ കൂടുതൽ എടി ഊളക്കുണ്ടായവളെ, നീ പോ. നീ കൂടുതൽ നേരം ഇതിനകത്ത് നിന്ന് കഴിഞ്ഞാൽ നീ പിന്നെ എഴഞ്ഞെഴിഞ്ഞ് കരഞ്ഞു പോകേണ്ടി വരും. നീ കൂടുതൽ നേരം ഇതിനകത്ത് ഇരുന്ന് കഴിഞ്ഞാൽ. മനസ്സിലായോ? ഗാസയിലോട്ട് വിട്ട് മിസൈൽ വല്ലതും നിന്റെ കൊതത്തിനകത്തോട്ട് വല്ലതും കയറ്റി വിട്ട് പൊട്ടിക്കണമെന്നാണോ നിനക്ക് ആഗ്രഹം? ഈ ചാവേറ് കൊതവാകാൻ വേണ്ടി വരെ നടക്കുവാണോ? ചാവേറ് പോകുമെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. സിന്ധു മാത്യുവിന്റെ കൊതം വീർപ്പിച്ച് വെച്ചിരിക്കുക ഉസ്താദുമാർക്ക്, സുഡാപ്പികൾക്ക് കുനിഞ്ഞു നിന്ന് കൊടുത്ത് 2-3 കിലോ സ്വർണ്ണമൊക്കെ കടത്താൻ പറ്റുന്നുണ്ടെന്ന്. അതുകൊണ്ട് എന്ത് വേണം? ഇസ്രായേൽ ഗാസയിലിടുന്ന മിസൈലുകളൊക്കെ തടുക്കാൻ വേണ്ടിയിട്ട് നിന്റെ കൊതം കൊണ്ടുപോയി നീ കൊടുത്ത് നിൽക്കാമെന്നെല്ലാം പറയുന്നുണ്ടോ? എടി ഊളയ്ക്കുണ്ടായവളെ, എടി എരന്നടി മേടിക്കാതെ പോടി വിവരം കെട്ടവളെ. നിന്നെപ്പോലുള്ള ഊളകളാണ് ഇതിനകത്ത് കയറി വന്ന എരന്ന് അടി മേടിക്കുന്നത്. എന്നിട്ട് പറയും കർത്താവ് ഇതെല്ലാം കാണുന്നുണ്ടല്ലോ എന്നുള്ള ഡയലോഗ് ഇടും. ഡാക്കിനി തള്ളേ, നീ അടി മേടിക്കാൻ വേണ്ടി ഇതിനകത്തോട്ട് കയറി വന്നിട്ട് നീ അടിയും മേടിച്ചിട്ട് ഷർഫുദ്ദീൻ എ, നിന്റെ ഇസ്രായേൽ ഫ്ലാഗ് കക്കൂസിൽ ഇടേണ്ട ഒന്നാണ്. അതുകൊണ്ടാണ് അലക്സ കക്കൂസിന്റെ മുകളിൽ ഇസ്രായേൽ ഫ്ലാഗ് കുത്തിവെച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇസ്രായേൽ ഫ്ലാഗ് കക്കൂസിൽ ഇടേണ്ട ഒന്നാണെങ്കിൽ അതുകൊണ്ടാണ് അലക്സ കക്കൂസിന്റെ അടുത്ത് ഇസ്രായേൽ ഫ്ലാഗ് കുത്തിവെച്ചിരിക്കുന്നത്. മനസ്സിലായോ? ഇപ്പൊ നിനക്ക് സമാധാനമായല്ലോ. കക്കൂസിൽ ഇടേണ്ടതാണെന്ന് പറഞ്ഞു, ഇട്ടു. അലക്സ കക്കൂസിന്റെ അടുക്കൽ തന്നെ വെച്ചിട്ടുണ്ട്. ഇനി ഇത് കൂടെ എന്താ വേണം നിനക്ക്? അങ്ങ് ഇറങ്ങിയിരിക്കുവാ കുറെ എണ്ണങ്ങള്, വിശുദ്ധ കുഞ്ഞാടുകള്. ഷർഫുദ്ദീൻ പ്രൊഫൈൽ പിക്ക് മാറ്റിയോ? അതെന്താണ് നീ ഷർഫുദ്ദീനെ പ്രൊഫൈൽ പിക്ക് മാറ്റിയ? തന്തയില്ലാണ്ട് പോയോ നിനക്ക് പെട്ടെന്ന് തന്നെ? ഇസ്രായേൽ ഫ്ലാഗ് കക്കൂസിലിടേണ്ട ഒന്നാണെന്ന്
അതുകൊണ്ട് അലക്സ കക്കൂസിന്റെ അടുത്തിരിക്കുന്നത് ഇസ്രായേൽ ഫ്ലാഗ്. നിനക്ക് എന്റെ ഫോട്ടോ കാണണോ? നിനക്ക് തന്നെ ഞാൻ കാണിച്ചു തരാം. ഒരു മിനിറ്റ് പ്രിയ സഹോദരൻ. എന്റെ അലക്സ കക്കൂസിന്റെ അടുത്തിരിക്കുന്ന ആ ഇസ്രായേൽ ഫ്ലാഗിനെ ഇവനൊന്ന് ഞാൻ കാണിച്ചു കൊടുക്കട്ടെ. എന്റെ സഹോദരങ്ങളെ, ഇവന്റെ അലക്സ കക്കൂസിന്റെ അടുത്തിരിക്കുന്ന ഇസ്രായേൽ ഫ്ലാഗ്. കണ്ടോ ഇസ്രായേൽ ഫ്ലാഗ്? നിങ്ങൾ ഇങ്ങനെ കണ്ടാൽ ശരിയാകത്തില്ലല്ലോ. കാണാൻ പറ്റുന്നുണ്ടോ? ഇനി കണ്ടില്ലെന്ന് വേണ്ട, കണ്ടല്ലോ. കണ്ടോ നിങ്ങള്? ഇസ്രായേൽ ഫ്ലാഗ് കക്കൂസിലിടണമെന്ന് ദേ ആ കക്കൂസിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. സമാധാനമായല്ലോ നിനക്ക്? ഇനി അത് കണ്ടില്ല എന്ന് പറഞ്ഞ് നീ വിഷമിക്കണ്ട. അലക്സ കക്കൂസിന്റെ അടുത്ത് ഒന്നല്ല 2 ഫ്ലാഗ് ഉണ്ട്. ഇതേണ്ട് കണ്ടോ? 2 ഫ്ലാഗാണ്. ഇനി എന്ത് വേണം ഇതിൽ കൂടുതൽ? നിന്നെ മാനിച്ച് അത് ചെയ്തിട്ടുണ്ട് ഇസ്രായേല്. കണ്ടോ? നിന്നെ മാനിച്ച് ഇസ്രായേല് ആ കാര്യം ചെയ്തിട്ടുണ്ട്. ഇനി നിനക്ക് സമാധാനമായോ? ഇനി നിന്റെ കരച്ചിലിനുള്ള മറുപടി കിട്ടിയില്ലെന്നുള്ള പരിപാടിയൊന്നും വേണ്ട. ഇനി ആ കക്കൂസിന് ചുറ്റും നടക്കുന്നത് വല്ലതും കാണണം നിനക്ക് ഇസ്രായേൽ ഫ്ലാഗും കൊണ്ട്. ഇനി 1ഉം 2ഉം അല്ല, 1000 ഫ്ലാഗുകൾ ഞാൻ കാണിച്ചു തരാം. ആ കക്കൂസിന് ചുറ്റും എത്ര ഫ്ലാഗുകളാണ് ഇടുന്നത്? ദേ നോക്കിയേ, ഇസ്രായേലിന്റെ എത്ര ഫ്ലാഗുകൾ ആ കക്കൂസിന് ചുറ്റും ഇട്ടിരിക്കുന്നത്. കണ്ടോ? ഇതിൽ കൂടുതൽ എന്താ ഞാൻ ചെയ്യേണ്ടത്? ഇസ്രായേൽ ഇതിൽ കൂടുതൽ എന്താണ് ചെയ്യേണ്ടത്? ഈ കക്കൂസിനെടുത്തുകൊണ്ട് ഇങ്ങനെ ഇട്ടാ പോരെ? നിന്നെ ജനിപ്പിച്ചവർ ഇപ്പോൾ കരയുന്നുണ്ടാകും. ഇത്രയ്ക്ക് വൃത്തികേടുകൾ ഒരു ലൈവിൽ കേട്ടിട്ടില്ല. ആണോ ഉന്നെ? എന്നാ ചെല്ല്, കുഞ്ഞ് കരയാതെ ഓടിച്ചെല്ല്. നിന്നെ ജനിപ്പിച്ചവര് കരയുന്നുണ്ടാകും. എന്തിനെന്ന് വെച്ചാൽ എന്റെ മോൾ ഇത്രയും കൊതം കൊടുത്ത് ജീവിക്കേണ്ട ഒരുത്തിയായി മാറിയല്ലോ. ആരെല്ലാം വന്ന് പൂ ചോദിച്ചാലും കാ ചോദിച്ചാലും കൊതം ചോദിച്ചാലും കൊടുക്കുന്നവളായി മാറിയല്ലോ എന്റെ മോള് എന്ന് പറഞ്ഞ് സിന്ധു മാത്യുവിന്റെ അമ്മയും തന്തയും തള്ളയും ജനിപ്പിച്ചിട്ട് കരയുക. പക്ഷെ എന്നെ ജനിപ്പിച്ചവർ സന്തോഷം കൊണ്ട് ചിരിക്കുക. എന്റെ മോളോട് പോയാൽ വിവരം പഠിപ്പിക്കും എന്റെ മോള്. അത് അന്തസ്. നിങ്ങൾ മക്കളെ കരാട്ടെ പഠിപ്പിക്കുന്ന മക്കളെ കണ്ടിട്ടില്ലേ? നിങ്ങൾക്ക് ആ മക്കളെ ഓർത്തല്ലേ അഭിമാനം? അതുപോലെ സിന്ധു മാത്യുവിനെ പോലെ കൊതം കൊടുത്ത് ജീവിക്കുന്ന മക്കളെ ഓർത്തിട്ടാണ് നിങ്ങൾക്ക് അഭിമാനം ഉണ്ടാകുന്നത്? പറ സഹോദരങ്ങളെ, നിങ്ങൾ കരാട്ടെ പഠിപ്പിക്കുന്ന നിങ്ങളുടെ മക്കള് തിരിച്ചു വന്നിട്ട് പറയാം, അമ്മ ഞാൻ റോട്ടിൽ കൂടി പോയപ്പോഴുണ്ടല്ലോ ഒരു വൃത്തികെട്ടവൻ എന്നെ ഒരുമാതിരി വൃത്തികെട്ട രീതിയിൽ നോക്കിയിട്ട് അവന്റെ ഷഡ്ഡി ഊരി എന്നെ കാണിക്കുക. അപ്പോഴേക്കും ഞാൻ കാല് മടക്കി യാ ഊ ഠൂ എന്ന് പറഞ്ഞിട്ട് എന്റെ കാല് നോക്കി അവൻ 2 ചവിട്ടി പൊട്ടിച്ചു എന്ന് മോള് വന്നു അമ്മയോട് പറയുമ്പം അമ്മ അറിഞ്ഞിട്ട് കരയുവോ ഇരുന്നിട്ട്? ഗുഡ് ഗേൾ. ഇനി ഇങ്ങനെയല്ല, ഇനി എത്ര പേര് വന്നാലും ഇതുപോലെ തിരിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും? സന്തോഷിക്കും. അതാണ് തള്ളമാര്. നേരെ മറിച്ച് സിന്ധു മാത്യുവിനെ പോലെ ഉള്ള സ്ത്രീ ആണെങ്കിൽ സിന്ധു മാത്യുവിന്റെ അടുത്ത് ഏതെങ്കിലും മുറിയണ്ടി ഷഡ്ഡി ഊരി സാധനം പിടിച്ച് കൈ കാണിച്ചു കൊടുക്കുമ്പോ സിന്ധു മാത്യു അവിടെ നിന്നിട്ട് വെള്ളം ഇറക്കിയിട്ട് പോ ചേട്ടാ ഞാൻ വേണമെങ്കിൽ തിരിഞ്ഞു നിന്ന് കൊതം തരാം എന്ന് പറഞ്ഞ് സിന്ധു മാത്യു മാറി നിന്ന് കൊതം കൊടുക്കും. ആ കൊതം കൊടുത്തിട്ട് തിരിച്ചു വന്നിട്ട് അമ്മയോട് പറയാ, അമ്മേ ഞാൻ നടന്നു പോയപ്പോൾ ഒരു ചുടുക്കുട്ടൻ വന്നിട്ട് അവന്റെ ഷഡ്ഡി ഊരി അവന്റെ മുറിയണ്ടി കാണിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ശരി ചേട്ടാ ഞാൻ അപ്പുറത്ത് മാറി നിന്ന് കൊതം തരാമെന്ന് പറഞ്ഞ് കൊതം കൊടുത്തു എന്ന് പറയുമ്പോൾ നിന്റെ അമ്മ നിന്നെ നോക്കി ചിരിക്കുവോ? നിന്നെ നോക്കിയായിരിക്കും കരയുന്നത്. ഇപ്പൊ മനസ്സിലായോ?
ഹുസൈൻ ഇഷാം കൊതത്തിൽ മിസൈൽ ഇടാൻ സമയമായി. ആർക്ക്? ഉമ്മയ്ക്കോ? അതെന്താ ഇടാലോ? ഇസ്രായേലിന്റെ അടുത്ത് പറയണോ ഹുസൈൻ ഇഷാമിന്റെ ഉമ്മേന്റെ കൊതത്തിനകത്തോട്ട് മിസൈൽ ഇടാൻ സമയമായിട്ടുണ്ടെന്ന്? ഒന്ന് പറയുമോ ഇസ്രായേലിനോട്? തീർച്ചയായിട്ടും നിന്റെ ഉമ്മയുടെ കൊതത്തിനകത്ത് മിസൈൽ കയറ്റിയാൽ ഉമ്മ താങ്ങുമോടാ ഹുസൈൻ ഇഷാമേ? ഞാൻ അറിയാണ്ട് ചോദിക്ക, ഉമ്മയുടെ കൊതത്തിനകത്തോട്ടെ മിസൈൽ കയറ്റിയാൽ ഉമ്മ താങ്ങുമോ? ഒരു കാര്യം ചെയ്യും, കൊതം കൊണ്ട് ഉമ്മയും നീയുമായിട്ട് പോയിട്ട് ഇപ്പൊ കൂത്തികളുടെ അടുക്കലേക്ക് ഇസ്രായേൽ മിസൈൽ ഇടുന്നുണ്ട്. ഒന്ന് രണ്ടുപേരും പോയി ഒന്ന് കൊനിഞ്ഞു നിന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ കൊതം കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യാം? മിസൈലുകൾ തടുക്കാൻ പറ്റും. കാരണം നിങ്ങളുടെ കൊതം ഇപ്പം എല്ലാവരും കൂടി വീർപ്പിച്ചിട്ടിരിക്കുവല്ലേ. കഴിഞ്ഞ ദിവസം ഉസ്താദ് പറഞ്ഞു കേട്ടില്ലേ? എന്താണ്? കൊതത്തിലൂടെ ഭാര്യമാരെ കൊതഭോഗം നടത്തുന്നത് ജൂതന്മാർ പറയുകയാണ് കോങ്കണ്ണുണ്ടാകും മക്കൾക്ക്, അതുകൊണ്ട് നിങ്ങൾ കൊതഭോഗം നടത്തരുത് എന്ന് ജൂതന്മാർ പറയുന്നു. അപ്പോൾ തള്ളാഹുവിനോട് ചെന്ന് ആയത്ത് ചോദിച്ചിട്ട് അത് കൃഷിയിടമാണ്, കൊതത്തിലൂടെയാണെങ്കിലും ശരി ഏത് വഴിയിലൂടെയാണെങ്കിലും ശരി, 2 ഹോളിട്ടാണെങ്കിലും ശരി, മൂക്കിനകത്തൂടിയാണെങ്കിലും കയറ്റി ഭോഗം നടത്തിയിടോ. നിങ്ങൾ ഹോള് കണ്ടിട്ടുണ്ടോ? ഭോഗിച്ചേക്കണം പെണ്ണിനെ എന്ന് പഠിപ്പിച്ച തള്ളാഹുവിന്റെ ആൾക്കാരല്ലേ. അങ്ങനെയല്ലേ നീയൊക്കെ കൊതം വീർപ്പിച്ച് ഇപ്പൊ 2-3 കിലോയൊക്കെ സ്വർണം അതിനകത്തോട്ടു കൂടി കടത്തിക്കൊണ്ടിരിക്കുന്നത്? നാട് നാറിക്കിടക്കുക. ഇതൊക്കെ പറയുമ്പോഴേ തെറ്റുള്ളൂ. നാട് ഇങ്ങനെയൊക്കെ നാറിയതൊന്നും ആരോടും പറയത്തില്ല. ഇവന്മാരുടെ കൊതഭോഗം നടത്തി ഇപ്പൊ കിലോ കണക്ക് സ്വർണം കള്ളക്കടത്ത് വഴിക്ക് വന്നോണ്ടിരിക്കുന്നു. കുറച്ച് മനുഷ്യർ പറയത്തില്ല. ഇതൊക്കെ റീന പറഞ്ഞാലേ പ്രശ്നമുള്ളൂ. മനസ്സിലായോ? എന്നെ മനസ്സിലായോ? ഞങ്ങളുടെയൊക്കെ വീട്ടിലെ അമ്മമാരും തന്തമാരും തള്ളമാരും മക്കൾ അഭിമാനപൂർവ്വം ഇമാതിരി ചെറ്റകളോട് ചേർത്ത് നിന്ന് സംസാരിക്കുന്നതിന് സന്തോഷിക്കത്തേ ഉള്ളൂ. അല്ലാതെ കൊതം കൊടുത്തിട്ട് വന്നിട്ട് ചിരിച്ചോണ്ടിരിക്കത്തൊന്നുമില്ല. സമൂഹം നശിച്ച് നാറാണക്കല്ലെടുത്ത് പോകുക. ഇവന്മാര് എവിടെ വളരുന്നോ അവിടെ മുഴുവനും കാമവും വൃത്തികേടുകളും ആഭാസത്തരവും. കാരണം ഇവന്മാരുടെ തൂറാനെന്ന് പറയുന്ന പുസ്തകം തുറന്നു വെച്ചാലേ മുത്തുച്ചിപ്പിയുടെ പുസ്തകം, സ്വർഗം എന്ന് പറയുന്നതേ വേശ്യാലയം. അപ്പൊ ഇതിനെ കണ്ണുനട്ട് ജീവിക്കുന്നവൻ ഭൂമിയിൽ ജീവിച്ചാൽ എങ്ങനെ ജീവിക്കും? സ്വർഗം എന്ന് പറയുന്ന ഒരു വേശ്യാലയത്തിലേക്ക് പോകാൻ ജീവിക്കുന്നവൻ ഭൂമിയിൽ ജീവിച്ചാൽ എങ്ങനെ ജീവിക്കും? ആ വേശ്യാലയത്തിന്റെ ആവാസരത്തിന് ഒത്തല്ലേ അവൻ ജീവിക്കത്തുള്ളൂ. തൊപ്പി വെച്ച കുണ്ടനാണല്ലേ ഹുസൈൻ ഇഷാം. മനസ്സിലായോ? അതുകൊണ്ട് ദയവ് ചെയ്ത് ഇനിയെങ്കിലും സഹോദരങ്ങളെ ബുദ്ധിയുള്ളവരായി ജീവിക്കാൻ പഠിക്ക്. കാലഘട്ടത്തിനനുസരിച്ച് വിവേകത്തോടുകൂടി പെരുമാറാൻ ശ്രമിക്ക്. അല്ലാന്നുണ്ടെങ്കിൽ കഷ്ടമാ നിങ്ങളുടെ കാര്യം. നിങ്ങൾക്ക് ചങ്കൂറ്റവും ധൈര്യവും ഇല്ലാണ്ട് പോയാൽ ഇതുപോലുള്ള കുറെ എണ്ണങ്ങൾ വരും. അങ്ങനെ സംസാരിക്കുന്ന സഹോദരി അയ്യേ എന്തേ എന്നൊക്കെ പറഞ്ഞ് നിങ്ങളുടെ മുഖം നിങ്ങളെ ചുളിപ്പിച്ച് കാണിച്ചാൽ ഈ മാനം കെട്ടവളുമാരെയൊന്നും ഓർത്ത് നിങ്ങൾ മുഖം ചുളിക്കേണ്ട കാര്യമില്ല. ഈ കാലഘട്ടത്തിന് ഇത് അനിവാര്യമാണ്. കേട്ടു നിൽക്കേണ്ട കാര്യമൊന്നും വരുന്നില്ല. പ്രത്യേകിച്ചും ഇസ്രായേലിൽ നിൽക്കുന്ന എനിക്ക്, ജെറുസലേമിൽ നിൽക്കുന്ന എനിക്ക് യുദ്ധം ചെയ്തേ പറ്റൂ. PM ശർമ്മ, താങ്കൾ സുടുക്കളെ ഉണ്ണാനും ഉറങ്ങാനും വിടില്ല അല്ലേ? സുടുക്കൾക്ക് ഉണ്ണാനും ഉറങ്ങാനും പറ്റുന്നില്ല. എന്റെ പേജോട്ട് ഓടി വരുവോ? എന്ത് ചെയ്യാനാ? ഇസ്രായേലിന്റെ ഇടാടിൽ അൻവറിക്ക പെട്ടിരുന്നെങ്കിൽ കേരളത്തിൽ കുറച്ച് സമാധാനം കിട്ടിയേനെ. ഇസ്രായേലിന് അൻവറിക്ക, അമ്പുക്ക, പിന്നെ എന്തുവാ മറുനാടനെയും പിടിച്ചോണ്ട് നടക്കുന്നത് കൊണ്ടാ. അൻപുക്ക വല്ല ഇസ്രായേലിനെയും താങ്ങി പിടിച്ചോണ്ട് നടന്നിരുന്നെങ്കിൽ മിക്കവാറും അമ്പുക്കയുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോൺ പൊട്ടിത്തെറിച്ച് കത്തേനെ. അമ്പുക്കയുടെ കയ്യിലുള്ള എന്തുവാ മൊബൈൽ ഫോൺ പൊട്ടിത്തെറിച്ച് അമ്പുക്ക ചത്തുപോയേനെ.
ഷറഫുദ്ദീൻ, നീ കളിയാക്കിക്കോ, പക്ഷെ നീ ഒരു കാര്യം മനസ്സിലാക്കിക്കോ, നിന്റെ ജൂതന്മാർക്ക് ഇസ്രായേൽ വിട്ട് ലോകത്തെവിടെയും പോകാൻ പറ്റില്ലോ. അവിടെയെല്ലാം അവർക്കെതിരെ അപകടം വരും. ജൂതന്മാരാണ് എന്ന് പറയാൻ പോലും പേടിക്കുന്ന കാലം വരും. ആണോ? എന്നാ പോയി ഷറഫുദ്ദീൻ മാറിയിരുന്ന് കരഞ്ഞോ? തീർന്നല്ലോ. ആ കണ്ണീരൊക്കെ തുടച്ചിട്ട് എഴുതി ഷറഫുദ്ദീൻ കാക്ക. ഷറഫുദ്ദീൻ കാക്ക, അടുത്ത കാവിലെ മത്സരം വരുമ്പോഴത്തേക്കും നമുക്ക് ഈ ഡയലോഗ് എല്ലാം ആവശ്യപ്പെടും. കേട്ടോ കേട്ടോ ഷറഫുദ്ദീൻ കാക്ക, എന്നാ ചെല്ല്. ഏ 5000 കിലോമീറ്റർ അപ്പുറത്ത് കിടക്കുന്ന ഗാസയിൽ അവന്റെ കുതം കൊടുക്കുന്ന ഗുണ്ടൻ കിടപ്പുണ്ട്. ആ ഗുണ്ടനെ ഇസ്രായേൽ തട്ടിയതിന്റെ വേദനയാണ് അവൻ കരയുന്നത്. ഷറഫുദ്ദീൻ കാക്ക, അവൻ ഇത്രയും കാലം കൊതം കൊടുത്തോണ്ടിരുന്ന ആ ഒരു ഗുണ്ടൻ ഗാസയിൽ കിടപ്പുണ്ട്. നസറുള്ളക്കായിരുന്നു കൊതം കൊടുത്തോണ്ടിരുന്നത്. അതുകൊണ്ടാണ് അവനിപ്പോ കരച്ചില്. ആണോടാ ഗുണ്ടൻ കാക്കേ? കാക്കേ കാക്കേ ഗുണ്ടൻ കാക്കമാരെ എന്ത് നിങ്ങൾ കരയുന്നു? എന്റെ പേജിൽ കരഞ്ഞത് കൊണ്ട് ഒരു കാര്യവുമില്ലല്ലോ. കാക്കേ കാക്കേ ഗുണ്ടൻ കാക്കമാരെ എന്തിനു നിങ്ങൾ കരയുന്നു? എന്റെ പേജിൽ കരഞ്ഞത് കൊണ്ട് ഒരു കാര്യവുമില്ലല്ലോ. ഇസ്രായേലെ നോക്കി കരഞ്ഞപേക്ഷിച്ചാൽ ഇത്രയുമെങ്കിലും പ്രയോജനമുണ്ട്. ഇസ്രായേലിനെ നോക്കി കരഞ്ഞപേക്ഷിച്ചാൽ തേഴുന്നു നിന്നോട് തൊഴുത് ഇസ്രായേലെ വെടിയൊന്ന് നിർത്ത് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ അറിഞ്ഞിരുന്നാൽ കുറച്ചെങ്കിലും പ്രയോജനം ഉണ്ടായിരുന്നേ. ഇത് ഇസ്രായേലിന് നോണ്ടി ചൊറിയാൻ നിന്ന് കഴിഞ്ഞാൽ ഇസ്രായേൽ എന്ത് ചെയ്യും? കാലയെ വരിമാന്തി കൊടുക്കും. അത് ഇസ്രായേലിന്റെ രീതിയാണ്. അപ്പൊ ചൊറിഞ്ഞടി മേടിച്ചിട്ട് ഗതികെട്ടവന്മാരെ പോലെ വന്നിരുന്നിട്ട് അടുത്ത കാവിലെ മത്സരത്തിന് കാണാമെന്ന് ചോദിക്കുന്നത് ഊളത്തരവല്ലേടാ വിവരം കെട്ടവന്മാരെ? ചൊറിഞ്ഞടി മേടിച്ചിട്ട് നിങ്ങള് പിന്നെ അടുത്ത കാവിലെ മത്സരവും കാത്തിരിക്കുന്നത് ഊളത്തരവല്ലേ? അടി ചൊറിഞ്ഞു മേടിച്ചിട്ട് ഊളത്തരം പോലെ അടുത്ത കാവിലെ മത്സരത്തിന് വേണ്ടി കാത്തിരിക്കുക. അടുത്ത കാവിലെ മത്സരമുണ്ട്. അങ്ങനെ പഠിപ്പിച്ചങ്ങ് പറ്റിച്ചു വെച്ചിരിക്കുക ഗുണ്ടന്മാർ. എന്നാലും നന്നാകില്ല, നീയൊന്നും നന്നാകില്ല. നിന്റെ തള്ളാകു കണ്ടം വഴി ഓടിയാലും മമ്മദ് കുഞ്ഞ് കണ്ടം വഴി ഓടിയാലും എടാ നമ്മളെ ജയിപ്പിക്കാനായിട്ട് അള്ളാഹുവിനും കഴിവില്ലല്ലോ, ഒരു മമ്മദ് കുഞ്ഞിനും കഴിവില്ലല്ലോ. അന്തിമ വിജയം തന്ന് ജയിപ്പിക്കാൻ വേണ്ടി മാത്രം എന്തിനാ അടികൊണ്ട് നാണക്കെടുത്തി ഇട്ടിരിക്കുന്നത് ചിന്തിക്കാനുള്ള കഴിവ്. 5 നേരം നിസ്കരിക്കുന്നത് നിങ്ങൾ നാണക്കെടാനാണോടാ ഊളകളെ? നിങ്ങൾ 5 നേരം നിസ്കരിച്ചിട്ടും നിങ്ങളുടെ അള്ളാഹുവിന് നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കാൻ വയ്യ. ഞാൻ അറിയാണ്ട് ചോദിക്കുക, 5 നേരം കിടന്ന് നിങ്ങൾ നിസ്കരിച്ചിട്ടും നിങ്ങളുടെ തള്ളാഹുവിന് നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കാൻ വയ്യ. പിന്നെ നിങ്ങൾ ആരെ പേടിപ്പിക്കാൻ ഈ 5 നേരം കിടന്ന് വിളിക്കുന്നേ? അവസാനം അടികൊണ്ട് ചന്തതിന് ശേഷം പിന്നെ അന്തിമ വിജയം തരാൻ വേണ്ടിട്ടോ? അതിനാണ് ശ്വാസം കടന്ന് കിടന്ന് വിളിക്കുന്നത് നീയൊക്കെ? തള്ളാഹുവേ കുക്കുംബറേ എന്ന് പറഞ്ഞിട്ട്. വിവരം കേട്ടവന്മാരെ? ചുടുക്കുഞ്ഞ് കരഞ്ഞു തളർന്ന് വീഴും മിക്കവാറും. ചുടുക്കുഞ്ഞ് അതെ, ഇവന്മാരുടെ മോങ്ങലും ജിഹാദാണ്. മോങ്ങൽ ജിഹാദ്, തുപ്പൽ ജിഹാദ്, പിന്നെ സ്വർണ്ണക്കടത്ത് ജിഹാദ്, സ്വവർഗ ജിഹാദ്, ഗുണ്ടൻ ജിഹാദ്, ഒത്തിരി ജിഹാദുകളുണ്ട്. പണ ജിഹാദ്, ജിഹാദിന്റെ എല്ലാത്തരം വെർഷനും ഉണ്ട്.